ഇയാളെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞൊരു കാര്യം, മനസ്സിലുള്ളത് അല്ലാഹ്ക്കേ അറിയാം. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ അത്ഭുതം എന്നോവർ എന്ന് മൊഹീദ്ദീൻ ശൈഖിനെ പറ്റി നമ്മൾ ചൊല്ലലുണ്ടല്ലോ. അത് കാഫിറായി പോകും അങ്ങനെ പറഞ്ഞാൽ, ശിർക്കാണ്. ഇയാളാരാ? ഇയാൾ നമ്മുടെ ഹുസൈൻ സൽഫിയാണ്. അയാൾ പറയുന്നേ പേരോടിന്റെ മനസ്സിൽ മുഴുവൻ കിബിറാണ്. കാരണം മൂപ്പര് മുഹീദ്ദീൻ ശൈഖിനെക്കാളും വലിയ ആളാണ്. ഈ മനസ്സിലുള്ളത് അറിയണമെങ്കിൽ മുഹീദ്ദീൻ ശൈഖിന് മനസ്സിലാവില്ല, അപ്പൊ ശിർക്കാവൂ. മൗലവിക്കാവും തന്നെ ശിർക്കാവൂല. അപ്പൊ നിങ്ങളെ രണ്ടോന്ന് കേൾക്കാം. ഒന്ന്, പേരോടിന്റെ കിബിറാണ് എന്ന് പറയുന്നത് കേൾക്കാം. പിന്നെ രണ്ടാമത് വ്യക്തി ഒരു മുഹീദ്ദീൻ ശൈഖിനെ പറ്റി അങ്ങനെ മനസ്സിലുള്ളത് അറിയുമെന്ന് പറഞ്ഞാൽ അത് പാടില്ല, അതുള്ളത് വേറെ വ്യക്തി. ഈ കിബിർ നിർത്തണം ആദ്യം പേരോടെ. വിനയം വേണം പേരോടെ. കിബിർ നല്ലതല്ല ഒട്ടും ആ സാധനം. ഞാൻ വലിയ ആളാണ്, മറ്റുള്ളവരൊക്കെ പോകാൻ പറയുന്നത് ആ മുത്തക്കബ്ബിറിന്റെ ലക്ഷണം. ആചരിക്കാൻ അല്ലാഹ്ക്ക് അധികാരം, എവിടുന്ന് അധികാരം കിട്ടി? എനിക്ക് വെറുതെ അധികാരം കിട്ടി കിബിർ കളിക്കാൻ എന്നോട് ചോദിക്കും. എന്നാൽ അയാൾ എന്നെ പറയട്ടെ, താല്പര്യമുള്ളത് മനസ്സിലാവുക. നിങ്ങളുടെ മനസ്സുപോലും കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവര്. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവര്. ശൈഖ് ജീലാനിയെ സംബന്ധിച്ച് വിശ്വസിക്കുകയാണ്. ശൈഖ് ജീലാനിയെ പറ്റി അങ്ങനെ വിശ്വസിച്ചാൽ ചെറുക്ക്. ശൈഖ് ഹുസൈൻ സലഫിനെ പറ്റി വിശ്വസിച്ചാലോ റളിയല്ലാഹു അൻഹു പറയണോ? അപ്പത് തൗഹീദ്. പേരോടിന്റെ മനസ്സിൽ കിബിറുണ്ട്. അയാൾക്ക് ഇങ്ങനെ വഹി വരികയാണ്. വഹി കൊണ്ടല്ലേ മറഞ്ഞ കാര്യം അറിയൂ. മനസ്സിലുള്ള സംഗതിയല്ലേ കിബിർ. എന്റെ മനസ്സിൽ കിബിറാണ് മൗലവിക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് എന്റെ മനസ്സിൽ കിബിറുണ്ടോ ഇല്ലേ അത് പരിശോധിക്കേണ്ടത് മൗലവിയാണോ? കിബിർ എന്ന് പറഞ്ഞാൽ എന്താ? മൗലവി മനസ്സിലാക്കിയത് ഒരാള് ഒരു വണ്ടി പോന്ന കിബിർ, ചെരുപ്പ് ഇടുക കിബിർ, പിന്നെ ഞാൻ ആ കിതാബിലത് കണ്ടിട്ടുണ്ട് നിങ്ങളെ വായിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞാൽ കിബിർ. ഇതിനാണോ കിബിർ എന്ന് പറയാ? കിബിർ എന്ന് പറയാൻ എന്തിനാ? ഞങ്ങൾ ഓതിപ്പടിച്ചതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൻ യദ്ഖുലൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. കിബ്റിൽ നിന്ന് ഒരു അണുമണി തൂക്കമുള്ളവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, യുഹിബ്ബു റജുലു അൻ യകൂന നഅലുഹു ഹസന വ തൗബുഹു ഹസന. ഒരാൾ നല്ല വസ്ത്രം വേണം, നല്ല ചെരുപ്പ് വേണം എന്ന് താല്പര്യപ്പെടൂലേ നബിയെ? സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അഴകുള്ളവനാണ് അല്ലാഹു, അഴകിനെ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു. അതല്ല കിബ്ർ. പിന്നെ കിബ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ കിബ്റു ബതറുൽ ഹഖ് വ ഗംഖുൻ നാസ്. കിബ്ർ എന്ന് പറഞ്ഞാൽ സത്യത്തോട് മത്സരം. സത്യത്തോട് മത്സരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങൾ ജീവിച്ചു വന്ന ആശയം പിഴച്ചതാണെന്ന് പറഞ്ഞു. ഗംഖുൻ നാസ്, മനുഷ്യന്മാരെ മുഴുവൻ നിസ്സാരപ്പെടുത്തുക, മുഴുവൻ ആലിമീങ്ങളെയും നിസ്സാരപ്പെടുത്തുക. എന്നിട്ട് ഇതാ ആ നിസ്സാരപ്പെടുത്തുന്നതോടുകൂടി തന്നെ സത്യത്തോട് മത്സരിക്കുക. അതാണ് കിബ്റിന്റെ ലക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്റെ മാന്യ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യന്റെ മനസ്സിലുള്ള കിബ്ർ അത് നോക്കിക്കാണുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മൗലവി കിതാബ് ഓതി പഠിക്കാത്തതിന് നാദാവർക്ക് വന്ന് വിവരക്കേട് വിളമ്പണോ മൗലവി? എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങളറിയോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹാഫിദുൽ ദഹബി? ആ ഹാഫിദുൽ ദഹബിയെ എല്ലാവരായിരുന്നു ധരിക്കുന്ന പണ്ഡിതരല്ലേ ഹാഫിദുൽ ദഹബി. അദ്ദേഹത്തിന്റെ സിയറു അഅ്ലാമിൻ നുബല എന്ന കിതാബ് നോക്കൂ നിങ്ങൾ. അതിൽ കാണാം, അതാ അബൂബക്കർ ഇബ്നുൽ ഇമാം എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മനസ്സിൽ വിശ്വാസരംഗത്തെ കുറിച്ചൊരു സംശയം വന്നപ്പോൾ അയാളെ മനസ്സിൽ തോന്നി, മുഹീദ്ദീൻ ശൈഖ് അയാൾ പറയുന്നുണ്ട്, മുഹീദ്ദീൻ ശൈഖിന് മനസ്സിലുള്ളത് കാണാൻ കഴിയുമെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സംശയത്തോടെ ഞാനൊന്ന് മഹാനവറുകളെ സദസ്സിൽ പോയാലോ? മഹാനായ അബൂബക്കർ ഇബ്നുൽ ഇമാം സദസ്സിലേക്ക് വന്നു. വന്നിങ്ങ് വരുമ്പോ തന്നെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നോക്കിയിട്ട് പറയാണ്, അതേ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്ന നിങ്ങളെ കൽബകം എന്നോ നോക്കിയിട്ടങ്ങ് പറയാണ്. എന്താ പറഞ്ഞത്?
നമ്മളെ വിശ്വാസം സഹാബത്തിന്റെയും മുൻഗാമികളുടെയും വിശ്വാസമാണ് ശരിയായ വിശ്വാസം എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ ലിമാദ് റഹിമഹുള്ള പറയാണ്, ഞാൻ വിചാരിച്ചു അത് അതിന്റെ അടുത്ത് പറഞ്ഞായിരിക്കും, എന്റെ മനസ്സിലുള്ള അറിഞ്ഞിട്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ മുഖത്തിങ്ങനെ നോക്കിയിട്ടാ പിന്നെ പറയുന്നത് അപ്പൊ എനിക്ക് തോന്നി വേദ പറയുന്ന മുസ്ലിയാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കും. അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ മുഖത്തായിപ്പോയതായിരിക്കും. അപ്പൊ പിന്നെ എന്റെ ഒരൊറ്റ പുലിയാണ്. എന്താ പറഞ്ഞത്? അബൂബക്കർ യാ അബൂബക്കർ ഏ അബൂബക്കറേ, നമ്മുടെ വിശ്വാസം സലഫ് മുൻഗാമികളുടെയും സഹാബത്തിന്റെ വിശ്വാസമാണ്. അതാണ് ശരിയായ വിശ്വാസം. ഒയ്ക്കോ നിന്റെ വീട്ടിലേക്ക്, വീട്ടിലേക്ക് ഒയ്ക്കോ. അത് നിന്റെ ബാപ്പ കുറെ കാലായില്ലേ പോയിട്ട് ഇപ്പം വന്നിട്ടുണ്ട് എന്ന് നോക്കി ഞാൻ പറഞ്ഞ പോലെ ഇല്ലേ, കണ്ണിൽ കാണാത്തതും പിന്നെ കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപോൽ കടിപ്പറഞ്ഞോർ ലോകപ്രശസ്ത പണ്ഡിതനും നിരൂപകനുമായ ഹാഫിദുൽ ദഹബി അദ്ദേഹത്തിന്റെ സീറു അലാമിൻ നുബലാ എന്ന കിതാബിൽ ഈ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഈ മൗലവിക്ക് കിതാബ് അറിയോ, ചരിത്രമറിയോ, മുഹീദ്ദീൻ ശൈഖിനെ അറിയോ? എന്തെങ്കിലും പഠിച്ചിട്ടാണോ വിളമ്പാൻ നടക്കുന്നത്? ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്ന നിങ്ങളെ കൽബകം എന്നോവർ എന്ന് ചരിത്രപരമായ ഈ സത്യം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ട് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിന്റെ കാലം മുതൽ ഇക്കാലം വരെ ഇക്കണ്ട പണ്ഡിതന്മാരെ മുഴുവനും മുഹീദ്ദീൻമാനെ ചൊല്ലിയിട്ട് അത് ശിർക്കാണെന്ന് കണ്ടുപിടിച്ചില്ല. ഈ സലഫി പുതിയ വാദങ്ങൾ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് സലഫി പറയുന്നത് അല്ലാഹ്ക്കേ അറിയൂ. പക്ഷേ അതേ സലഫി തന്നെ പേരോടിന്റെ മനസ്സ് മൂപ്പര് നോക്കി വായിക്കുകയാണ്. പേരോട് ഇബ്രാളി ജനങ്ങളെ, ഈ മൗലവിയെ കുറിച്ച് തീരുമാനമെടുക്കട്ടെ നിഷ്പക്ഷമതികൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ സഹോദരന്മാരെ, ആർക്കാട് കിബിർ. ഇതുവരെ ഞാൻ പറഞ്ഞത് ആർക്കാണ് രോഗം, ഇനി ആർക്കാണ് കിബിർ എന്നാണ് എന്റെ വിഷയം. കേൾക്കണം നിങ്ങൾ. മൗലവി പറയുന്നത് ഞാൻ വരണ്ടതൊന്നുമില്ല നാദാവൃത്ത്, ഇവിടെ സക്കരിയാസലായിട്ട് അനീഫ കായ്ക്കൊടിയുണ്ട്, ഞാൻ വരണ്ടതൊന്നും ഇല്ല. അപ്പൊ മൂപ്പരാരാ? മൂപ്പരാണല്ലോ ആഗോള നേതാവ്. മറ്റുള്ള മൗലവിമാരൊക്കെ മൂപ്പര കീഴിലാണല്ലോ. ആ കേട്ടോളി. ഞാൻ മാത്രമൊന്നുമല്ല ഇതിനിപ്പോ ഷാർജിൽ നിന്ന് വരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നല്ല ആൺകുട്ടികളായിട്ട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഹനീഫ് കായക്കോടിന്റെ മുമ്പ് എത്രോടൊന്ന് ഓടിയിട്ടുണ്ട്? സക്കരിയ സലാഹിയുടെ മുമ്പ് നിങ്ങൾ എത്രോടൊന്ന് ഓടിയിട്ടുണ്ട്? ഇവിടെ ആൾക്കാർ കമ്മി ഉണ്ടായിട്ടുണ്ടല്ലോ, നമ്മൾ വരേണ്ട ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ആ വിഷയം വേറെയാണ്. എന്തോ ആട്ടെ, ആ വിഷയം വേറെയാ. നമ്മൾ വരേണ്ട ആവശ്യമൊന്നും ഇവിടെ. ഞാൻ ഹനീഫ കായക്കൊടി ഓടിയതാണ്, സക്കരിയ സലാഹി ഞാൻ ഓടിയതാണ്. ഓടിയതല്ലേ നമ്മൾ ഇടമുട്ടത്തുനിന്ന് കണ്ടിരുന്നു. അത് ഇൻഷാല്ലാ ഞാൻ വെക്കുന്നുണ്ട്. ഹനീഫ കായക്കൊടിയും അതുപോലെ നമ്മുടെ സക്കരിയ സലാഹിയും ഒക്കെ എന്തായത് ഇൻഷാല്ലാ ഞാൻ സ്റ്റേജ് തന്നെ വെച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ ഓടിയതല്ലേ, ഭയങ്കര ഓട്ടയല്ലേ ഞാൻ ഓടിയത്. പുല്ല് മുളച്ചിട്ടില്ലല്ലോ അവിടെ ഒന്നും. ഓടിയ സ്ഥലത്ത് അയാൾ കാണിച്ചു തരാം, ആരാ ഓടുന്നതൊക്കെ കാണിച്ചു തരാം. ഇനി നിങ്ങൾ കേൾക്കണം. മൂപ്പര് സ്വന്തം മതം പറയുന്നത് കേട്ടോളെ. എങ്ങനെയാ സ്വന്തം പറയോ? ഞാൻ കൈപിടിച്ച് മൊത്തം എന്ന് പറയുന്നവനല്ല, ഞാൻ അങ്ങനെ പറയുന്നവനല്ല, ഞാൻ ഇങ്ങനെ പറയുന്നവനല്ല, ഞാൻ 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 ആണല്ലോ. നമ്മളെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പണ്ട് പറഞ്ഞതായിരുന്നു. എന്താ പറഞ്ഞത്? അസ്ജുദു ലിമൻ ഖലഖ ഫീന. ഞാൻ സുജൂദ് ചെയ്യുക. ഞാൻ കേട്ടോളൂ. അവന് ഞാൻ വെട്ടവനെ. സുഹൃത്തുക്കളെ, ആളല്ല ഞാൻ വലിയ ആലിമാണ് എന്ന് പറയുന്നവനോ, ഞാൻ വരുമ്പോ നിങ്ങളൊക്കെ തക്ബീർ ചൊല്ലണം ആളെ കാണുമ്പോ ചൊല്ലും പോലെ എന്ന് പറയുന്നവനോ, അതല്ലെങ്കിൽ എന്റെ കൈ പിടിച്ച് മുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളോ അല്ല ഞാൻ. അത് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. ഞാൻ ഈ ഇരിക്കുന്ന നിങ്ങളിൽ ഒരുവനാണ്, ഒരു സാധാരണക്കാരനാണ്. പിന്നെ ചില കാര്യങ്ങൾ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോ
അത് പറയാൻ ബാധ്യതയുള്ളത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോ എത്ര ഞാനുണ്ട് അതിൽ? മൂപ്പര് പറഞ്ഞു ഞാനങ്ങനെ കൈപിടിച്ച് ചുംബിക്കണമെന്ന് പറയുന്നവനല്ല. അപ്പൊ അതിനുള്ളോട്ട് എന്താ അറിയോ? കൈപിടിച്ച് ചുംബിക്കൽ ഭയങ്കര തെറ്റാണെന്ന് വെച്ചിരിക്കുന്നത്. കൈപിടിച്ച് ചുംബിക്കണമെന്ന് ആരെങ്കിലും പറയാറില്ല. ഉള്ളാൾ നിങ്ങൾ പറയില്ല എന്റെ കൈപിടിച്ച് ചുംബിച്ചോളൂ, കാന്തപ്രസാദ് പറയില്ല എന്റെ കൈപിടിച്ച് ചുംബിച്ചോളൂ, അതാരും പറയില്ല. പക്ഷെ കൈപിടിച്ച് ആരെയാ ചുംബിക്കേണ്ടതെന്ന് സമുദായത്തിന് അറിയാം. അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അത് പിന്നെ മുമ്പേ പറഞ്ഞറിയോ? കാളനെ കാണുമ്പോൾ തെക്കുതീരി കൊല്ലും പോലെ, കാളനെ കാണുമ്പോൾ തെക്കുതീരി കൊല്ലും പോലെ. മൂപ്പർക്ക് കാളനെ മാത്രമേ പരിചയമുള്ളൂ. മൂപ്പർക്ക് പരിചയമുള്ള കാളനെയാണ്, വേറെ ആരെയും പരിചയമില്ല. ആരെയാണ് മൗലവി നീ ആ കാളാന്ന് പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണോ? ഞങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ അല്ലാഹു അക്ബർ എന്ന് സഹാബത്ത് തക്ബീർ ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുമ്പോ സഹാബത്ത് തക്ബീർ ചൊല്ലി. ഇതാ ഞങ്ങൾ പഠിച്ചത്. അപ്പൊ നിങ്ങൾ ഈ കാളനെ കാണുമ്പോൾ തക്ബീർ എന്ന് പറഞ്ഞല്ലോ. ആരെയാണ് നിങ്ങൾ കാളാന്ന് പറഞ്ഞത്? റസൂലുള്ളാഹിനെയാ? ഞാൻ വായിക്കട്ടെ, കേട്ടോളൂ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നത് وخرج الناس حين قدمنا المدينة في الطرق وعلى البيوت والغلمان والخدم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞാനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിലേക്ക് അങ്ങ് ചെല്ലുമ്പോ എല്ലാ ചെറുപ്പക്കാരും ഖാദിബീകളും എല്ലാവരും വഴിക്ക് വന്നു. യഖൂലൂന, അവരൊക്കെ റസൂലുള്ളാഹിയും സിദ്ദീഖുൽ അക്ബറിനെയും കാണുമ്പോൾ പറയുന്നു, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്. റസൂലുള്ള കയറി വരുമ്പോൾ സഹാബത്ത് മുഴുവൻ തക്ബീർ ചൊല്ലി സ്വീകരിക്കുന്നു. ഇത് മൗലവിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത് മൗലവിയുടെ നേതാവല്ല, ഇത് മുസ്ലിമീങ്ങളുടെ നേതാവാണ്, സലഫികളുടെ നേതാവല്ല. അതുകൊണ്ട് മൗലവിക്ക് റസൂലുള്ള വരുമ്പോ അല്ലാഹു അക്ബർ ചൊല്ലി സഹാബത്ത് സ്വീകരിച്ചതിനെ കുറിച്ച് മൗലവി പറയുന്ന കാള വരുമ്പോൾ തക്ബീർ ചൊല്ലുന്നത് പോലെ ഞാൻ വരുമ്പോൾ തക്ബീർ ചൊല്ലുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഓ സലഫികളെ, നിങ്ങളെ ഇസ്ലാം എവിടെ? നിങ്ങളെ ഈമാൻ എവിടെ? റസൂലുള്ള കയറി വരുമ്പോ തക്ബീർ ചൊല്ലിയത് നിങ്ങൾ നാടികൾക്ക് 40 വട്ടം കുളിച്ചു പോകുന്ന പണ്ഡിതനായ ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വന്നിഹായയില്ലേ? എന്നിട്ട് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച റസൂലുള്ള മദീനയിലേക്ക് വന്നത്. വരുമ്പോ അന്ന് സ്ത്രീകൾ രംഗത്തിറങ്ങരുതെന്ന നിയമമില്ല, സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്ന നിയമമില്ല, സ്ത്രീകൾ ശബ്ദിക്കരുതെന്ന നിയമമില്ല. അതുകൊണ്ട് സ്ത്രീകളടക്കം സ്വീകരണത്തിന് വന്നിരുന്നു. ആ സ്ത്രീകളും കുട്ടികളും അതാ റസൂലുള്ള വരുമ്പോ മൗലിദ് ഓതുന്നു. അതും കേൾക്കാൻ സമീസുബിന് ആയിഷ യഖൂലു ലമ്മാ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത ജഅല النساء والصبيان يقولن فلا يبادر علينا من ثنيات الوداع وجب الشكر علينا مع ذلك الله داعي. تكبير ചൊല്ലിയിട്ട് പല അൽബദും മൗലിദും ഓതിയിട്ട് 12 തിങ്കളാഴ്ച അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചില്ലേ? ഇത് തന്നെ ഫത്ഹുൽ ബാരിയിൽ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളും എഴുതിയില്ലേ? ജാഅ മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وخرجت بذلك جمعان من بني النجار يضربن بالدف وهن يقولن അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മുട്ടിയിട്ടുള്ള സ്വീകരണവും അതിന്റെ പുറമെ അലൽ വലാഇദ് യഖുൽന ത്വലഅൽ ബാദിറു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മാദഅ ലില്ലാഹി ദാഇ. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി എഴുതുന്നു, റസൂലുള്ള വരുമ്പോൾ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലുന്നു. സഹാബത്ത് അതാ ബൈത്ത് ചൊല്ലി സ്വീകരിക്കും.
സ്വീകരിക്കുന്നു, മൗലിദോതി സ്വീകരിക്കുന്നു. ഓ മൗലവി, കാളനെ കാണുമ്പോഴാ തക്ബീറെന്ന് ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? റസൂലുള്ള കാളയാണോ? നിങ്ങൾ മുസ്ലിമാണോ? ഇനി ഞങ്ങളെ കിതാബാണല്ലോ വായിക്കുന്നതൊക്കെ. നിങ്ങൾ കിതാബ് വരൂലല്ലോ, പുസ്തകല്ലേ പറ്റുള്ളൂ. ഞാനിത് നിങ്ങളെ മാറ്റി വാരിക വായിക്കട്ടെ, നിങ്ങളെ വാരിക വായിക്കട്ടെ. നിങ്ങൾക്ക് അറബി മനസ്സിലാവൂലല്ലോ, എന്നാൽ മലയാളം മനസ്സിലാവണ്ടേ? ഞാൻ വായിക്കാം. ഇതെന്താ സാധനം? നിങ്ങൾ ഒന്നായി കൂടിയ കാലത്തിറക്കിയ ശബാബിൽ ഇപ്പറിഞ്ഞതല്ല. അക്കാലത്ത് നിങ്ങളുടെ ശബാബിലേറിയതെന്താ? നിങ്ങൾക്ക് അറിവ് വായിക്കാതെ മൂപ്പർക്ക് ബാധ്യത ഉള്ളത് കൊണ്ട് പ്രസംഗിക്കാണ് പോലും. ആരോടാ ആചാരം വാങ്ങിയത്? റസൂലുള്ളാഹിനെ കാളയാക്കാൻ ഏത് നിരീക്ഷണവാദിയോടാണ് ആചാരം വാങ്ങിയത്? അല്ലാഹുവിന്റെ റസൂലിനെ കാളയാണെന്ന് പറയാ. എന്നിട്ട് ഇയാള് നിങ്ങൾക്ക് മലയാളം അറബിയിൽ അറിയാവുള്ളൂ. ഞാൻ വായിക്കാം, കേട്ടോളൂ. അറബ് സമൂഹമേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നേതാവിതാ വരുന്നു. ഇത് കേട്ട മാത്രയിൽ ദിനങ്ങളായി കാത്തിരിക്കുന്ന അൻസാറുകൾ തങ്ങളുടെ പ്രവാചകനെ സ്വീകരിക്കാൻ ആഹ്ലാദപൂർവ്വം ആയുധങ്ങളുമായി പുറപ്പെട്ടു. പട്ടാളത്തിലെ ഇത് സ്വീകരിക്കാൻ ആയുധങ്ങളുമായി അവർ 500-ലധികം പേരുണ്ടായിരുന്നു. ആഗതരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ നിർഭയരായും അനുസരിക്കപ്പെടുന്നവരായും വരുവിൻ. അഹ്മദ് ആയുധ പ്രകടനങ്ങൾ നടത്തിയും ഗാനങ്ങൾ ആലപിച്ചും കൊണ്ട് സസന്തോഷം അവർ നൽകിയ ഈ സ്വീകരണത്തെ കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും മദീനയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇരുദൂതരെ സ്വീകരിക്കാൻ വഴിയിലും വീടിന്റെ മുകളിലുമൊക്കെ കുട്ടികളും വൃത്യന്മാരും അടക്കം ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. അല്ലാഹു അക്ബർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ഇരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി എന്നിങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു കൊണ്ട് ഹദീസിലുണ്ട്. ആ സുന്നത്തെക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനയിൽ പ്രവേശിച്ച ദിനം പോലെ സുന്ദരവും തിളക്കമേറിയതുമായി മറ്റൊരു ദിനവും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അല്ലാഹു അക്ബർ ചൊല്ലി നബിയെ സ്വീകരിച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളിൽപ്പെട്ട സയ്യിദന്മാർ, പാണക്കാട് തങ്ങൾ വരുമ്പോ, ഉള്ളാളം തങ്ങൾ വരുമ്പോ, ബാഫക്കി തങ്ങൾ വരുമ്പോ, ഇബ്രാഹിം ഖലീൽ തങ്ങൾ വരുമ്പോ, അങ്ങനെ തങ്ങന്മാര് പരിവാഫക്കി തങ്ങൾ വരുമ്പോ, അങ്ങനെ തങ്ങന്മാര് വരുമ്പോ റസൂലുള്ളാഹിന്റെ പിഞ്ചോമന മക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്താന പരമ്പരയിലുള്ള മക്കൾ വരുമ്പോ, ആ റസൂലുള്ളാഹിന്റെ അനന്തരക്കാരായ ആലിമീങ്ങൾ വരുമ്പോ, കാന്തപുര ഉസ്താദ് വരുമ്പോ, കീഴ ഉസ്താദ് വരുമ്പോ, ഈക്ക ഉസ്താദ് വരുമ്പോ മുസ്ലിമീങ്ങൾ തക്ബീർ ചൊല്ലും. കാരണം അവർ അമ്പിയാക്കൾ അനന്തരക്കാരാണ്. അപ്പൊ അവരൊരു കാളനെ കാണുമ്പോൾ ചൊല്ലുന്ന തക്ബീർ. ഇയാൾ എന്റെ മുസ്ലിം, എന്റെ മാന്യ മുസ്ലിമീങ്ങൾ ചൊല്ലിക്കണം. ഇനി സന്തോഷത്തിന്റെ സമയത്ത് തക്ബീർ. നിങ്ങൾ പ്രസംഗിക്കുമ്പോ കുഞ്ഞാടുകൾ തക്ബീർ എന്നറിയേ? ആ കുഞ്ഞാടുകൾ തക്ബീർ എന്നതിന്റെ കാരണം അറിയോ? സന്തോഷത്തിന്റെ രംഗത്ത് ഒരു ദീനിന്റെ വിരുദ്ധരുടെ വിരുദ്ധമായ ആശയക്കാരുടെ ആശയങ്ങൾ തകർന്നു വീഴുമ്പോ തക്ബീർ ചൊല്ലിയാൽ റസൂലുള്ളാഹിന്റെ സുന്നത്താ. ബുഖാരി ഓതണം, പഠിക്കണം. ബുഖാരിയുടെ ഹദീസ് കാണാം. ഖൈബറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബ കണ്ടപ്പോ തന്നെ ഖാലു മുഹമ്മദുൻ മുഹമ്മദുൻ വൽ ഖമീസ്, ഖൈബറിലുള്ള ദീനിന്റെ വിരോധികൾ മുഹമ്മദ് വന്നു എന്ന് പേരാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ എതിരാളികളുടെ മുഴുവൻ കോട്ടകളും തകരുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറയാണ്, അല്ലാഹു അക്ബർ ഖൈബത്തുൽ ഖൈബർ, അല്ലാഹു അക്ബർ ഖൈബത്തുൽ ഖൈബർ. ഇസ്ലാമിന്റെ വിരോധികളുടെ കോട്ടകൾ പൊളിയുമ്പോ, തകരുമ്പോ അല്ലാഹു അക്ബർ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ആ ശത്രുക്കളായ നിങ്ങളുടെ ഓരോ കോട്ടകളും മുസ്ലിം പണ്ഡിതന്മാര് തകർത്തെറിയുമ്പോ മുസ്ലിമീങ്ങൾ തക്ബീർ ചൊല്ലും. ഇനി ഞങ്ങളെ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി പ്രസംഗം കേൾക്കണോ? അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുന്നു. പ്രസംഗത്തിൽ പറയുന്നു, സ്വർഗത്തിൽ കടക്കുന്നതിന്റെ 1/3 എന്റെ സമുദായമാകും. സഹാബത്തൊന്നടക്കം അല്ലാഹു അക്ബർ. പിന്നെയും റസൂലുള്ളാഹി പറയുന്നു, പകുതിയോളം എന്റെ ഉമ്മത്താകും. ഉടനെ സഹാബത്ത് അല്ലാഹു അക്ബർ.
പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ സന്തോഷത്തിന്റെ വാക്ക് കേൾക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് സഹാബത്ത് ചൊല്ലിയത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. മൗലവിമാരെ, സെലഫിമാരെ, മുജാഹിദുകളെ, അതേ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മൗലവി പ്രസംഗിക്കുമ്പോ നിങ്ങൾ കൈമുട്ടിയില്ലേ? അതേത് ബുഖാരിയിലാ ഉള്ളത്? ഏത് മുസ്ലിമിലാ ഉള്ളത്? ഏത് ഖുർആനിലാ ഉള്ളത്? ഏത് ഹദീസിലാ ഉള്ളത്? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പഠിപ്പിച്ച മതത്തിൽ നിന്ന് പുറത്തു പോയിട്ട് കാലം എത്രയായി എന്ന് ഇനിയെങ്കിലും ചിന്തിച്ചുകൂടെ? അല്ലാഹു അക്ബർ കാളയെ കാണുമ്പോൾ ചൊല്ലാനുള്ളതാണോ? അതേ സമയത്ത് എന്റെ മാന്യ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, മരിച്ചവരെ ബഹുമാനിച്ചിട്ട് കാളനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലലുണ്ട്. അതാണ് ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 10 വരെ, അല്ലെങ്കിൽ ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 10 വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അനുസ്മരിച്ചുകൊണ്ടുള്ള തക്ബീറുണ്ട്. ആ തക്ബീർ കാളനെ കാണുമ്പോൾ ചൊല്ലുന്നത് മൗലവി കാളനോടുള്ള ബഹുമാനം കൊണ്ടല്ല, അത് നിങ്ങളെ തലച്ചോറിന്റെ തകരാറാണ്. നേരെ മറിച്ചത് ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടുമുള്ള ബഹുമാനമാണ്. അല്ലാഹു അക്ബർ. അപ്പൊ ജീവിച്ചിരിക്കുന്നവരെ ബഹുമാനിച്ചു, അതുപോലെ അവിടെ മരണപ്പെട്ടു പോയ മഹാന്മാരെ ബഹുമാനിച്ചു. തക്ബീർ ചൊല്ലൽ, അതേ മരിച്ചവരുടെ പേരിൽ തക്ബീർ ചൊല്ലൽ, ദിക്ർ ചൊല്ലൽ, അത് ഇസ്ലാമാണ് മൗലവിമാരെ. ഇനി നിങ്ങൾക്ക് തർക്കമുണ്ടോ? സെലഫി മയ്യിത്ത് നിസ്കരിക്കാറുണ്ടോ? മയ്യിത്ത് നിസ്കാരം ആരെ പേരിലാ മൗലവി? മരിച്ച മയ്യത്തിന്റെ പേരിലല്ലേ? ഉമർ മൗലവി ജീവൻ പോയി, ആ ഉമർ മൗലവിന്റെ പേരിൽ സെലഫി മയ്യിത്ത് നിസ്കരിക്കുന്നു. നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ മയ്യത്തിന്റെ പേരിലല്ലേ? അപ്പൊ അല്ലാഹു അക്ബർ എന്ന് മയ്യിത്ത് നിസ്കാരത്തിൽ പറഞ്ഞത് ആരെ പേരില്ല? ഉമർ മൗലവിന്റെ പേരില്ല. പക്ഷെ ഇത് നിങ്ങൾക്കറിയില്ല. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഏതാണ് ഞങ്ങൾക്ക് ലൂസാണ് അല്ലേ? സമസ്തകളായ മാനസിക രോഗാന്നല്ലേ പറഞ്ഞത്? അതാ മനസ്സിലാക്കതിന്റെ കാരണോ? മനസ്സിലായില്ലേ? അപ്പൊ അല്ലാഹു അക്ബർ എന്ന മയ്യിത്ത് നിസ്കാരത്തിൽ പറയുന്നത് മരിച്ചവരുടെ പേരിലാണ്. അള്ളാഹുവിന്റെ പ്രഭുത്വമാ പറയുന്നത്, പക്ഷേ മരിച്ചവരുടെ പേരിലാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ആളുകളെ ബഹുമാനിച്ച് തക്ബീർ ചൊല്ലുക എന്നത് ഇസ്ലാമാണ്. പക്ഷെ ഇസ്ലാം മതം പഠിക്കണം കേട്ടോ. ആരുടെയും അച്ചാരം വാങ്ങിയിട്ട് നടന്നാ പോരാ, പഠിക്കണം ഇസ്ലാം. എനിക്ക് കൈപിടിച്ച് ചുംബിക്കുന്നതല്ല വിഷയം. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കാറിൽ പറയുന്നു, എന്താണ് പറയുന്നത്? ഇദാ അറാദ തഖ്ബീല യദി ഗൈരിഹി, മറ്റൊരാളുടെ കൈപിടിച്ച് ചുംബിക്കാൻ ഉദ്ദേശിച്ചാൽ, ഇൻകാന ദാലിക ലിസുഹ്ദിഹി, അദ്ദേഹം ദുനിയാവിനെ പ്രേമിക്കാത്തവരായതിന്റെ പേരിലാണെങ്കിൽ, വസലാഹിഹി, നല്ല മനുഷ്യരായതിന്റെ പേരിലാണെങ്കിൽ, ഔ ഇൽമിഹി, വിവരമുള്ളതിന്റെ പേരിലാണെങ്കിൽ, ഔ ശറഫിഹി, അല്ല മഹത്വമുള്ളതിന്റെ പേരിലാണെങ്കിൽ, വസ്യാനത്തി, അതുപോലുള്ള മറ്റ് കാര്യങ്ങൾ സൂക്ഷ്മതയും അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ, ഔ നഹ്വിദാലിക്കല്ലെങ്കിൽ അതുപോലത്തെ പിന്നൽ ഉമൂരി ദീനിയ്യത്തി, ദീനിയായ മഹത്വത്തിന്റെ പേരിലാണെങ്കിൽ, ലം യുക്റഹ്, അത് കറാഹത്തല്ല, ബൽ യുസ്തഹബ്, അത് സുന്നത്താണ് കേട്ടോ. ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്നും പറയാണ്, അതിനെ ഹദീസ് ഉദ്ധരിക്കുകയാണ്. വീനാ ഫീ സുനനി അബീ ദാവൂദ് റളിയല്ലാഹു അൻഹു വകാന ഫീ വഫദി അബ്ദുൽ ഖൈസ്, ബഹ്റൈനിൽ നിന്ന് വന്ന അബ്ദുൽ ഖൈസിന്റെ സംഘത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സഹാബത്തിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല, എന്നിട്ട് മഹാനവർകൾ പറയുന്നു, ഫജഅൽനാ നതബാദറു മിൻ റവാഹിലിനാ, ഞങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഞങ്ങൾ ഓടിപ്പോവുകയായിരുന്നു. എന്നിട്ട് എവിടേക്ക്? ഫനുഖബ്ബിലു യദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരിജലഹു, റസൂലുള്ളാഹിന്റെ കൈയും കാലും സഹാബത്താകുന്ന ഞങ്ങൾ ചുംബിക്കുകയായിരുന്നു. ഇതുപോലെ കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫദലൗനാ യഅനീമിന നബി ഫഖബ്ബൽനാ യദഹു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ചുംബിച്ചു. ഇതുപോലെ സഹാബത്തും അതാ തങ്ങന്മാരും അതുപോലെ അലികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബിച്ചു. എത്രയെത്ര ഹദീസുകളുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ മഹാന്മാരെ ചുംബിക്കുന്നത്, മഹാന്മാരെ കൈപിടിച്ച് ചുംബിക്കുന്നത് സുന്നത്താണ്. അതിന് നിങ്ങൾക്ക് അസൂയ ഉണ്ടായിട്ട് കാര്യമില്ല. മൗലവിന്റെ ചിന്ത, ഞങ്ങളെ കൈയാരും പിടിച്ചിട്ടില്ലല്ലോ, ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് കൈപിടിക്കണോ വേണ്ടേ?
പക്ഷേ എന്റെ കൈ പിടിച്ച് ചുംബിക്കണം എന്നൊരാൾ ആശിക്കരുത്, എന്നെക്കാളും നിൽക്കണം ആശിക്കരുത്, എന്റെ കൈ പിടിച്ചിട്ടൊന്നും എല്ലാവരും ആരും പറയരുത്. അതാർക്കും പറയൂ, അങ്ങനെ പറഞ്ഞവന്റെ കൈയാരെങ്കിലും ചുംബിക്കോ? അങ്ങനെ പറഞ്ഞവന്റെ കൈയാരെങ്കിലും ചുംബിക്കോ? മൗലവിമാർക്കിട്ടോ ഇതേതരോ മൗലവിമാര് പറഞ്ഞെന്താ, മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കണ്ട, എന്താ ജന്മദിനം ആഘോഷിക്കണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും നേതാവ് പറയും എന്റെ ജന്മദിനം ആഘോഷിക്കണോ, എന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞാൽ അവൻ അയാൾ നേതാവ്, അയാളുടെ ഒരു പ്രത്യേക പൊങ്ങച്ചക്കാരനല്ലേ ആവുക. അതുപോലെ ഞാൻ പറഞ്ഞ നേതാവുണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അതേ സമയത്ത് തങ്ങളോടൊരാൾ ചോദിച്ചു തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച്. ചോദിച്ചപ്പോ പറഞ്ഞു ഈ വിളിച്ചു അതെന്റെ ജന്മദിനമാണല്ലോ, അപ്പൊ ജന്മദിനത്തിന് ബഹുമാനമുണ്ടെന്നത് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തു. അല്ലാതെ എന്റെ ജന്മദിനങ്ങളൊക്കെ ആഘോഷിക്കുന്നത് നേതാവ് പറയൂ. അതും കൂടി മനസ്സിലാക്കാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയാത്തില്ലേ മൗലിക നേതൃത്വം. എന്ത് ചെയ്യാനാണ്? മൂപ്പര് നമ്മക്ക് വേണ്ടി വരക്കാണ്, ആർക്ക് വേണ്ടിയാണ് വരക്കേണ്ടത്? അയാൾ വരേണ്ട കാര്യം നമ്മൾ വരക്കുക. അള്ളാഹുത്തേക്ക് ബുദ്ധി കൊടുക്കട്ടെ. ഇനി സഹോദരന്മാരെ, ഇനി ഞാൻ പറയട്ടെ, മൂപ്പര് പറഞ്ഞല്ലോ ഞാൻ പണ്ഡിതനാണെന്നും പറയൂല, ഞാൻ ആലിമാണെന്നും പറയൂല, കാളെ കാണുമ്പോൾ എന്റെ കൈ തീരുകയാണെന്ന് പറയൂലാറില്ല. ഞാൻ ഞാൻ പണ്ഡിതനാണ് എന്ന് പറഞ്ഞതായി കേൾപ്പിക്കാൻ പോകുന്നത്. എന്തത് മനസ്സിലാക്കണം, ഓർക്കണ്ട. ഇനി ഞാൻ വലിയ പണ്ഡിതനാണ് എന്ന് നിങ്ങളെ നാവോട് നാലാവെന്ന് പറഞ്ഞിട്ടുണ്ട്, അതാ എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സുദീർഘമായ പ്രഭാഷണങ്ങളുടെ സീഡികളും ഓഡിയോകളുമൊക്കെ നിങ്ങൾക്ക് ധാരാളം ഈ ഉള്ളവന്റേതടക്കം പല പണ്ഡിതന്മാരുടെയും ലഭിക്കും. ഈ ഉള്ളവന്റേതടക്കം പല പണ്ഡിതന്മാരുടെയും മൂപ്പർ ആദ്യം പറയുന്നത് ഞാൻ ആലിമാണെന്നൊന്നും പറയൂല, ഈ ഉള്ളവന്റേതടക്കം പല പണ്ഡിതന്മാരുടെ. ഓഹോ, ഒരു മുഷാവറക്ക് വെട്ടുന്ന ഒരാളും ഇനി അപ്പോ ഞാൻ പണ്ഡിതനാണ് പറയൂല എന്നാണ്. പിന്നെ പറഞ്ഞതായിപ്പോ കേട്ടു, എന്നാ എന്നെയൊക്കെ ഒന്ന് കേൾക്കണം. ഇയാൾ എന്തിനാ പറഞ്ഞതറിയോ? ഇയാൾ ഈ നാദാവരത്ത് വന്നിട്ട് ഈ ചീത്ത മുഴുവൻ പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നു ഇയാൾക്കൊരു വിവരമില്ല, ഇയാൾ ചീത്തറൻ മനുഷ്യനാണ്. അതിന് മൂപ്പര് പറയാൻ എന്റെ വേറെ ഒരുപാട് കേസൊക്കെ ഉണ്ട്, ഞാനും വലിയ പണ്ഡിതനാണ്. മൂപ്പര് പരിചയപ്പെട്ടാണ് ബഹുമാനപ്പെട്ട ഞാനും. എന്റെ ഒരാൾ പറയും ബഹുമാനപ്പെട്ട ഞാനും ഓടും. അപ്പോ ബഹുമാനപ്പെട്ട ഞാനൊന്ന് മൂപ്പരനെ പരിചയപ്പെക്കാം. എന്നാ എന്നെ കേൾക്കണം. ഈ ബഹുമാനപ്പെട്ട ഞാനുണ്ടല്ലോ, ഈ ബഹുമാനപ്പെട്ട ഞാൻ പറയുന്നത് എന്താ അറിയുന്നത്? ഞാൻ ഇങ്ങനത്തെ പ്രസംഗമൊന്നുമില്ല, മറ്റേ പ്രസംഗം നടത്താറുണ്ട്. ഡെൻമാർക്കിൽ അള്ളാന്റെ റസൂലിന്റെ കാർട്ടൂണ് വരച്ചിട്ട് അതിനെതിരെ ഒരു പരിപാടി ദുബായിൽ ഈദ്ഗാഹിന്റെ അടുത്ത് സംഘടിപ്പിച്ചിട്ട് അന്നും ഇയാൾ പറഞ്ഞെന്താണെന്നറിയോ? ഡെൻമാർക്കിൽ കാർട്ടൂൺ വരച്ചൊന്നൊരു പ്രശ്നമല്ല, അതിനേക്കാണെല്ലാം ഗൗരവവും റസൂലുള്ളാഹിന്റെ ശവകുടീരം പറഞ്ഞ ഭാഗം അമ്പിയാക്കളുടെ ശവകുടീരത്തിന്റെ മേലെ പട്ടിടലാണ്. അമ്പിയാക്കളുടെ ശവകുടീരം ഞാൻ ചോദിക്കുന്നു, ഇതെങ്ങനെ ഈ ശവകുടീരം? എന്നിട്ട് അയാൾ പറയാ ഈ ശവകുടീരം ഉണ്ടാക്കലും മക്ബറുണ്ടാക്കലും അതിമ പട്ടുവിടലും പിന്നെ അതിന് തവാഫ് ചെയ്യലും, ആരാ മതി പോയിട്ട് തവാഫ് ചെയ്യലും, അവിടെ സൈ നടത്തലും, ആരാ മതി സൈ നടത്തലും, ഇങ്ങനത്തെ കുറെ കാറ്റ കള്ളം വെച്ചിട്ട് പറയാ ഈ അമ്പിയാക്കളെ ശവകുടീരത്തിന്റെ മേലെ പട്ടിടലാണ് കാർട്ടൂൺ വരക്കുന്നതിനേക്കാളും ഗൗരവമുള്ളത്. എന്റെ മാന്യ മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ കാർട്ടൂൺ വരച്ച് ഡെൻമാർക്കിൽ പരിഹസിച്ചപ്പോ മുസ്ലിമീങ്ങളെ മനസ്സുകൾ ഇങ്ങനെ നൊന്ത് വേദനിക്കുമ്പോ അതിനെതിരാണെന്ന് പറഞ്ഞ പരിപാടി സംഘടിപ്പിച്ചിട്ട് അപ്പരിപാടിയിലും ഈ മൗലവി പ്രസംഗിക്കുന്നത് തട്ടം വിട്ടിട്ട് പ്രസംഗിക്കുന്നത് എന്താണെന്നറിയോ? അതിനേക്കാളും ഗൗരവം ഈ അമ്പിയാക്കളെ ശവകുടീരത്തിന്റെ മേലെ പട്ടിടുന്നതാണ്. ഞാൻ കേൾപ്പിച്ചു തരാം. മുഹമ്മദ് ആരാണെന്ന് കൃത്യമായി പഠിച്ചിട്ടില്ലാത്ത കക്ഷികൾ എന്തെങ്കിലും കാർട്ടൂൺ വരയ്ക്കുന്നതിന് പോലെ അതേപോലെ ഗൗരവമാണെന്ന് മനസ്സിലാക്കണം. അതിനേക്കാൾ ഗൗരവമാണ് റസൂലുള്ളാഹിനെ പറ്റി പഠിച്ചറിഞ്ഞ് അവിടുത്തെ മഹത്വം ആവോളം മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ പോലും ആ റസൂലുള്ളാഹിയുടെ വാക്കുകൾ നമ്മൾ വലിച്ചെറിയുന്നില്ലേ? യൂത ക്രൈസ്തവരുടെ മേൽ ശാപമുണ്ടാകട്ടെ. എന്താ കാരണം? അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, മക്ബറകളെ, ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. ഒരുപാട് ആളുകൾ റസൂലുള്ളാഹിയോട് മഹബത്തുണ്ടെന്ന് പറയുന്ന കക്ഷികൾ തന്നെ അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ച സംഗതികളാണ് ഖബറുകൾ പോയി ചെയ്യുന്നത്. ഖബറുകളെ അവരെന്ത് ചെയ്യുന്നു?
ഖബറിൽ പോയി അവർ വിളക്ക് കൊളുത്തുന്നു. ഒരു ഖബറിന്റെ സമീപത്തും ആദരവിന് വേണ്ടി വിളക്ക് കൊളുത്താൻ പാടില്ല. അത് റസൂൽ ശപിച്ച സംഗതിയാണ്. ഖബറിൽ വിളക്ക് കൊളുത്തുന്നവരെ ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹിയുടെ ഹദീസില്ലേ. അതേപോലെ തന്നെ അവിടെ പട്ടുവസ്ത്രം കൊണ്ട് മൂടുകയാണ്. അതുപോലെ തന്നെ ആ നിലക്ക് ആ ഖബറുകളുടെ ചുറ്റും തവാഫ് നടത്തുകയാണ്, സഈ നടത്തുകയാണ്. പിന്നെ പിന്നെ പട്ടുവസ്ത്രം ഇടുന്നില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് വായിച്ചുതരാം. പട്ടുവസ്ത്രം. പിന്നെ മൂപ്പര് പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധിച്ചോ? അമ്പിയാക്കളുടെ ശവകുടീരം തന്നെ വെച്ചോ. കേട്ടോ? ശ്രദ്ധിച്ചില്ല? കേട്ടില്ലേ? ശവകുടി. ഇനി നിങ്ങൾ നോക്കും, ഇത് ഇവരുടെ പ്രയോഗം. ഇനി ഞാൻ അതൊന്ന് കേൾപ്പിക്കാം. ശരിക്കും കേട്ടോ? ഗണ്ണൻ. ഇത് ഇവരുടെ ആശയം. അൽമന മുജാഹിദിന്റെ സെലഫിന്റെ മുഖപത്രം. ഇതിൽ പറയുന്നത് കേട്ടോളെ. ഇനി ഞാൻ ഇടമുട്ടൽ സംവാദത്തിൽ വായിച്ചിട്ടുണ്ട്, മൗലവിമാരെ മുന്നിൽ വായിച്ചിട്ടുണ്ട്, നിഷേധിച്ചിട്ടില്ല അവർ. കേട്ടോളെ. ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? എനിക്ക് കേട്ടോളി. ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞല്ലോ. അതിനെപ്പറ്റി പറയാം. നബി തിരുമേനിയുടെ റൗളാ ശരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായം അർപ്പിക്കുകയും അല്ലാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ ഖബറുകളിൽ ജീർണിച്ച ജനങ്ങളായി മാറിയ പുണ്യാളന്മാർ, അതിൽ നബിയും പെട്ടിരിക്കുന്നത്. ഇത് അൽമന. ഇനി സഹോദരന്മാരെ, ഇതവരെ മുഖപത്രമായ അൽമ. ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയം അവർ മനസ്സിലാക്കണം. പ്രബോധനം ജമാഅത്ത് ഇസ്ലാമിയും പറയുന്നത് തന്നെ നമ്മൾ നബിയുടെ ശരീരം ജീർണിച്ച് നശിച്ചു. കേട്ടോളൂ. പ്രവാചകന്മാർക്ക് വഹിക്കാമെങ്കിൽ, അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ, പിന്നെ ആ ജനങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. മൃതശരീരം വെളിയിൽ നിന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യുകയാണ് മറമാടലിന്റെ ഉദ്ദേശം. പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ്? പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോരെ. ഇസ്ലാമിക്കാൻ ഞാൻ പ്രവാചകന്മാരെ ശരീരം ജീർണിച്ച് നശിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്തു വെച്ചാൽ പോരെ. ഇവർ മനസ്സിലാക്കിയത് നമ്മൾ ഈ പണിയൊന്നും എടുക്കുന്ന അള്ള പറഞ്ഞിട്ടൊന്നുമല്ല. നമ്മളിങ്ങനെ ഓരോന്ന് ബുദ്ധിയോട് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാനാണ്. അള്ള കൽപ്പിച്ചിട്ടാ പോലും വരെ മറമാടാൻ കൽപ്പിച്ചാൽ മറമാടും. അതുകൊണ്ടാ മറമാടുന്നത്. അല്ലാതെ ജീർണിച്ച് വെക്കുന്നത്. അപ്പൊ ഇക്കാലത്ത് ജീർണിച്ച് ഇപ്പൊ എന്തെങ്കിലും പരിപാടി ജീർണിക്കാതെ സൂക്ഷിക്കാൻ. എന്നാൽ ഈ മൗലവിമാർക്കൊക്കെ അവരവരുടെ പിതാക്കന്മാര് വയ്ക്കുമ്പോ അല്ലെ ഭാര്യമാര് വയ്ക്കുമ്പോ കുറച്ച് മരുന്നും വെച്ചോടെ വെച്ചാൽ പോലെ ജീർണിക്കാതെ സൂക്ഷിക്കാതെ സൗകര്യം ഇപ്പോ ആധുനിക സംവിധാനമില്ല. അതുകൊണ്ടാണ് നമ്മൾ മറമാടുന്നത്. എന്നാ സഹോദരന്മാർ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തുന്ന ഈ പ്രസ്ഥാനക്കാർ, അവര് അമ്പിയാക്കൾ ജീർണിച്ച മൃതശരീരമെന്നും അതുപോലെ ശവകുടീരമെന്നും പറഞ്ഞ് നിസ്സാരപ്പെടുത്തിയ കൂട്ടത്തില് മുജാഹിദിന്റെ പ്രസിഡന്റ് ഈ ഡോക്ടർ എം ഉസ്മാൻ, അയാൾ പറയുന്നു കേട്ടോളെ, നമ്മളെ ഇസ്ലാമെന്ന് പുറത്താക്കും. എന്താ കാരണം? നമ്മൾ വിശ്വസിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യ പ്രകൃതിയല്ല. അല്ലാഹുവിന്റെ റസൂലിന് നമ്മൾ കേൾക്കാത്തത് കേൾക്കാനുള്ള പ്രകൃതിയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനുള്ള പ്രകൃതിയുണ്ട്. ജിബ്രീലിന്റെ ശബ്ദം കേൾക്കാനുള്ള പ്രകൃതിയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമുമായി ബന്ധപ്പെടാനുള്ള പ്രകൃതിയുണ്ട്. അങ്ങനെ നമ്മളെ കാഴ്ചയല്ല, നമ്മളെ കേൾവിയല്ല, നമ്മളെ അറിവല്ല, നമ്മളെ പ്രകൃതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് അത് കസ്തൂരിയേക്കാളുള്ള സുഗന്ധമാണ്, രോഗത്തിന് ശമനമാണ്. അവിടുത്തെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ നല്ല മണമാണ്. നമ്മളെ പ്രകൃതിയല്ല, മനുഷ്യനാണ്, പക്ഷേ നമ്മളെപ്പോലെയുള്ള പ്രകൃതിയല്ല. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു, ഇന്നീ ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ഇമാം ബുഖാരി വേറൊരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. വേറൊരു റിപ്പോർട്ട്, ഇന്നീ ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളുടെ രൂപത്തിലല്ല.
റസൂൽ വ്യത്യസ്തമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഈ ഇമാം ബുഖാരി അടക്കമുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് മുജാഹിദിന്റെ ശബാബി ഇപ്പോഴൊന്നും എഴുതിയതല്ല. ഡോക്ടർ ഉസ്മാൻ, നമ്മളെ മൗലവിന്റെ ഭാഷയെ പറഞ്ഞാൽ അയാൾ നാട്ടിൽ പോയിട്ട് കാലം കുറയായില്ലേ, അയാളുള്ള കാലത്ത് അദ്ദേഹത്തിന്റെ ശബാബിൽ അയാൾ എഴുതിയാണ്, നിങ്ങളെ വാരികയിൽ എഴുതിയാണ് കിട്ടുള്ളൂ. പ്രവാചകന്മാരെ പറ്റി അങ്ങനെയാ വിശ്വസിക്കേണ്ടത്, മറിച്ചുള്ള വിശ്വാസം ഇസ്ലാമിക വിശ്വാസമാകയില്ല. പ്രവാചകന്മാർ സാധാരണ മനുഷ്യ പ്രകൃതിയുള്ള മനുഷ്യരായിരുന്നു എന്ന് പറയുന്നവരല്ല ഇസ്ലാമിന് പുറത്തു പോവുക. നേരെ മറിച്ചാണ് സംഗതിയുടെ കിടപ്പ്. മന്ത് മറ്റേക്കാലിലാണെന്ന് പാതിരാപ്രസംഗം നടത്തി മുജാഹിദുകളെ മുത്തത്താക്കാൻ പാടുപെടുന്ന അഴിമുല്ലാമമാർ മനസ്സിലാക്കുന്നവർക്ക് അന്ന്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സാധാരണ മനുഷ്യ പ്രകൃതിയാണെന്ന് പറയാത്തവർ ഇസ്ലാമിന് പുറത്ത്. അപ്പൊ ഇമാം ബുഖാരിയും സഹാബത്തും ഇസ്ലാമിന് പുറത്ത്. കാരണം അവിടുത്തെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധം. ഡോക്ടർ ഉസ്മാന്റെ സുഗന്ധം എങ്ങനെ? ഡോക്ടർ ഉസ്മാന്റെ വിയർപ്പ്, അയാളുടെ പ്രകൃതിയിലുള്ള വിയർപ്പ്, അതിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണോ? സെലഫിന്റെ വിയർപ്പ് ഒരു ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ ഭാര്യ അടുപ്പിക്കോ? ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ ഭാര്യ അടുപ്പിക്കോ? മറ്റ് മൗലവിമാരടുപ്പിക്കോ? നാറിയിട്ട്. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പ് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമെന്ന് ബുഖാരി മുസ്ലിമില്ലേ, ഹദീസിന്റെ കിതാബിലില്ലേ? റസൂലുള്ളാഹിന്റെ പ്രകൃതി സാധാരണയാണോ? ഓ മൗലവി, നിങ്ങൾ ജിബ്രീലിനെ കാണാറുണ്ടോ? ജിബ്രീലിനെ കേൾക്കാറുണ്ടോ? ജിബ്രീലുമായി ബന്ധപ്പെടാറുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകൃതി മലക്കുകളുമായി ബന്ധപ്പെടുന്ന അസാധാരണ പ്രകൃതിയല്ലേ? എന്നിട്ട് അസാധാരണ പ്രകൃതിയാണെന്ന് പറയുന്നവർ ഇസ്ലാമിന്ന് പുറത്താണെന്ന്. മൗലവിമാരെ, നിങ്ങളല്ലേ, നിങ്ങളെ പ്രസിഡന്റല്ലേ എഴുതി വെച്ചത്? നിങ്ങൾ ഏത് ഇസ്ലാമാണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങളെ ഇസ്ലാം എന്ത് ഇസ്ലാമാണെന്ന് അറിയേണ്ടത്. ഇനി ഞാൻ പറയട്ടെ, അള്ളാന്റെ റസൂൽ ജീർണിച്ച് നശിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഓ മൗലവിമാരെ, ഞാൻ നിങ്ങളുടെ മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിച്ച ഈ പ്രസ്ഥാന ചരിത്രത്തിലൊരാമുഖം ഞാൻ ബുഖാരി ഉദ്ധരിച്ചാൽ നിങ്ങൾക്ക് പറ്റൂല, മുസ്ലിമീങ്ങളെ കിതാബാണ്. ഞാൻ ഖുർആൻ ഉദ്ധരിച്ചാലും നിങ്ങൾക്ക് പറ്റൂല, കാരണം ഞങ്ങളെ ഗ്രന്ഥമാണ്. നിങ്ങളെ ബുക്കായി വായിക്കുന്നത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. മൂസാ നബിയെ റസൂലുള്ള കണ്ടിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ടിന് ഹദീസിൽ റസൂലുള്ള പറയുന്നു, മറത്തു ബി മൂസാ ലൈലത ഉസ്രിയ ബി വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി. മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ മൂസാ നബി ജീർണിച്ചിട്ടില്ല, നശിച്ചിട്ടില്ല. ആ മൂസാ നബി ജീർണിച്ചിട്ടില്ലെന്ന് ഖുർആനും ഹദീസും പറയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഴിയും പിടിച്ച് നിസ്കരിക്കുമ്പോൾ റൂഹ് പോയി. ഒരു കൊല്ലത്തോളം എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. വഴിയും പിടിച്ച് ഒരേ നൃത്തം തന്നെ, ജീർണിച്ചില്ല, രോഗത്തിന് കേടുവന്നില്ല. ജിന്നുകൾ ഇങ്ങനെ നോക്കുമ്പോ സുലൈമാൻ നബി നിസ്കാരത്തിൽ തന്നെ. അല്ലേ ഖുർആനില്ലേ? ഖുർആൻ പറയുന്ന അമ്പിയാക്കളുടെ ശരീരം ജീർണിക്കൂല. സെലഫിന്റെ അൽമനാർ പറയുന്നു ജീർണിച്ചു നശിച്ചു. പ്രബോധനം പറയുന്നു നശിച്ചു. ഓ മുസ്ലിമേ, നീ പഠിക്കൂ. എന്താ മുജാഹിദ്, എന്താ സെലഫി, എന്താ ജമാഅത്ത് ഇസ്ലാമി? പഠിക്കൂ മുസ്ലിമേ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി ഞങ്ങളെ പറഞ്ഞതൊന്നും വിശ്വസിക്കണ്ട. ബുഖാരി മറിച്ചാലോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ ഷഹീദായ അതേ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം 6 മാസം കഴിഞ്ഞിട്ട് ഖബറിൽ നിന്ന് എടുത്ത് മാറ്റിമറവ് ചെയ്തപ്പോൾ ശരീരത്തിന് ഒരു കേടും സംഭവിച്ചിട്ടില്ലെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. പോരാ, ബുഖാരി മറിക്കുമ്പോ സഹീഹുൽ ബുഖാരിയിൽ നമ്മൾ കാണുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിനടുക്കൽ അവിടെ ആ ബിൽഡിംഗ് ഒക്കെ പുനർനിർമ്മാണം നടത്താൻ വേണ്ടി അവിടെ കിടങ്ങുകീറിയൊരു രംഗമുണ്ടായിരുന്നു. ആ രംഗത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഇമാം ബുഖാരി അവിടെ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്ന് മണ്ണിടിഞ്ഞു, കാല് പുറത്തായി. കാല് പുറത്തായപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമാണ്. അതേ
ലക്ഷക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് ഇതാരുടെ കാലാണെന്ന് മനസ്സിലാക്കി ഉമറുബ്നുൽ ഭയപ്പെടുകയാണ്. ഇമാം ബുഖാരി ആ സംഭവത്തെ കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് കാലൊന്ന് നോക്കി, കാല് നോക്കിയിട്ട് പറയുന്നു, വല്ലാഹി മാ ഹിയ ഖദമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റസൂലുള്ളാഹിന്റെ കാലല്ല, വല്ലാഹി റസൂലുള്ളാഹിന്റെ കാലല്ല. വമാ ഹിയ ഇല്ലാ ഖദമു ഉമറ, അത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലാണ്. ജനങ്ങളെ, റസൂലുള്ളാഹിന്റെ ശരീരം മാത്രമല്ല, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ശരീരവും മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിക്കാതെ ദശക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് കണ്ടത് ബുഖാരിയിലില്ലേ? സെലഫികളെ, ജമാഅത്തുകാരെ, ഇത് ബുഖാരിയിലില്ലേ? പക്ഷേ ഖുർആൻ ഞങ്ങളെ മുസ്ലിമീങ്ങളെ കിതാബാണ്, ബുഖാരി ഞങ്ങളെ മുസ്ലിമീങ്ങളെ കിതാബാണ്. നിങ്ങളെ സെലഫികൾക്ക് അത് കാളയാണല്ലോ. റസൂലുള്ളാഹിനെ പറ്റി കാള എന്ന് പറയുന്നവരല്ലേ, ശവകുടീരം എന്ന് പറയുന്നവരല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ മൗലവിമാരെ ബുക്കാണ് വായിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം പ്രസാധനം കേരള ഹിദ്വത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2, വില 1.25. മുജാഹിദിന്റെ ചരിത്രമുള്ള കിതാബിന്റെ വില 1.25 റുപ്യന്റെ കിതാബ്. ഭയങ്കരല്ലേ ഇതിന്റെ ചരിത്രവും? ഇതില് നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ നേതാക്കന്മാരെ പറ്റി, ആ നേതാവ് നിങ്ങളെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാവ് കേട്ടോ ആരാ? ഇബ്നു തൈമിയ്യയ്ക്കു ശേഷം അദ്ദേഹത്തോടൊപ്പം ജയിലിൽ അടക്കപ്പെട്ട പ്രധാന ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനായി. ഇപ്പൊ നിങ്ങളെ പതാക വാഹകനായ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനായ ഇബ്നുൽ ഖയ്യിം, ആ ഇബ്നുൽ ഖയ്യിം അള്ളാഹ് കയ്യും കാലുമുണ്ടെന്ന് പഠിപ്പിക്കാൻ അശ്അരി തരീഖത്തുകാരെ കുറ്റം പറയാ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമല്ലേ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഓരോരുത്തർക്ക് കെണ്ണിച്ച ഈ കിതാബ് അൽ കാഫിയത്തു ശാഫിയ. ഇതില് ഒരുപാട് പിഴച്ച വിശ്വാസങ്ങൾ പറയുന്ന കൂട്ടത്തില് നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പതാക വാഹകൻ ഒരു സത്യം പറയുന്നത് കേട്ടോ സെലഫിമാരെ. والأنبياء فإنهم سيتسرى أجسامهم حفظت من الديدان ما للبلال بلحومهم وجسومهم أبدا وهم سيت التراب يداني. മലയാളവും അറബിയും അറിയാത്ത സെലഫി മൗലവിമാരെ പഠിച്ചോ, നിങ്ങളെ നേതാവ് എഴുതുകയാണ് വൽ അംബിയാഉ ഫഇന്നഹും തഅതസ്സറ. അംബിയാക്കൾ മുഴുവനും അവരുടെ ഖബറിന്റെ ഉള്ളിൽ അജ്സാമുഹും ഉഫിളത് മിനദ്ദീദാനി, അവരുടെ ശരീരങ്ങൾ ജീർണിക്കാതെ പുഴുക്കൾ തിന്നാതെ സംരക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കണേ ജനങ്ങളെ. അവരുടെ ശരീരം ജീർണിക്കുന്ന പ്രശ്നമേ ഇല്ല, അവരുടെ മാംസം ജീർണിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് നിങ്ങളെ നേടാൻ വേണ്ടി വെച്ചതാ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? തീർന്നില്ല. ഞാൻ ഇത് പറഞ്ഞിട്ട് ഇന്നത്തെ പ്രസംഗം നിർത്തും. നാളെ ഞാൻ ഇതിനേക്കാൾ ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് എടുക്കും. എന്റെ മാന്യ മുസ്ലിമീങ്ങളോട് പറയട്ടെ, ഇത് അള്ളാഹിന്റെ റസൂലിനെ സംബന്ധിച്ച് നിങ്ങളെ നേതാവ് തന്നെ സമ്മതിച്ചതാണ്. അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമായി പറഞ്ഞതാണ്. അത് നിങ്ങളെ ഇബ്നു തൈമിയ്യയും അതാ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ എഴുതി വെച്ചതാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ശരീരം ജീർണിക്കൂല. സെലഫികളുടെ ഇക്കാലത്ത് അടുത്ത് സെലഫി മൗലവിയുടെ വാചകത്തിൽ പറഞ്ഞ നാട്ടിൽ പോയ മൗലവി അൽബാനി ഉണ്ടല്ലോ, സ്ഥലം വിട്ട മൗലവി. ആ സ്ഥലം വിട്ട മൗലവി അൽബാനി ഏറ്റവും വലിയ ഹദീസിന്റെ നേതാവാണെന്ന് നിങ്ങൾ എഴുതി വെച്ചില്ലേ? അയാൾ പറയുന്ന ഹദീസ് സഹിയാണ്, ഇബ്നു തൈമിയ്യ പറയുന്ന സഹിയാണ്. അള്ളാന്റെ റസൂൽ പറയുന്നു അമ്പിയാക്കളുടെ ശരീരം ജീർണിക്കൂല. ജനങ്ങളെ, ഖബറിൽ വെച്ച് നിങ്ങളെ സലാം അറിയും.
ഇരിക്കട്ടെ, ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് ജീർണിച്ച് നശിച്ചു എന്ന് നിങ്ങൾ എഴുതി. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ മൗലവി അതേ ദുബായിൽ വെച്ച് പ്രസംഗിക്കുമ്പോ അതിനേക്കാളും കാർട്ടൂണ് വരച്ചതിനേക്കാളും ഗൗരവം പട്ടിടുന്നതാണെന്നല്ലേ പറഞ്ഞത്, കബറുമ്മ പട്ടിടുന്നതാണെന്നല്ലേ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് മുസ്ലിമേക്ക് മനസ്സിലായോ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫുണ്ടല്ലോ, ആ റൗളാ ശരീഫിന്റെ മേലെ ഇപ്പോഴും പട്ടുണ്ട് കേട്ടോ. റസൂലുള്ളാഹിനോടുള്ള വിരോധം കൊണ്ട് മൗലവി പറഞ്ഞതാണത്. നിങ്ങൾ കണ്ടോ, ഇത് പേരോടച്ചടിച്ചതല്ല, കാന്തപുരമച്ചടിച്ചതല്ല, മറുമീക്ക ഉസ്താദച്ചടിച്ചതല്ല, മറുകീയന ഉസ്താദച്ചടിച്ചതല്ല. ഇത് നിങ്ങൾ സൗദി അറേബ്യയിൽ നിങ്ങൾ വീമ്പളക്കാറില്ലേ, നിങ്ങളെ ഭരണമാണെന്ന് പറയാറില്ലേ, ആ സൗദി അറേബ്യയിൽ അൽ മുസ്ലിമൂൻ പത്രം 1997 സെപ്റ്റംബർ 26 അൽ മുസ്ലിമൂൻ പത്രം, ആ അൽ മുസ്ലിമൂൻ പത്രത്തില് കണ്ടോ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിൽ ഖബർ കണ്ടോ? തുടക്കമൊന്നും വെക്കുമനെ ഖബർ കണ്ടോ? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ, ആ ഖബറിന്റെ മേലെ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് തലയുടെ അടുക്കലതായി എഴുതി വെച്ചിരിക്കുന്നു, അതാ ഖബർ റസൂലില്ലാഹി. ഈ ഭാഗത്ത് കാണാൻ പത്രം നോക്കിയാൽ ശരിക്ക് കാണാം. ഇനി നിങ്ങളോട് പറയട്ടെ, അതിന്റെ മേൽ അതിന്റെ അടുത്തതാ ഒരു മെഴുകുതിരി പോലൊരു സാധനം വെച്ചിരിക്കുന്നു. ഇങ്ങനെ പുത്തനെ കണ്ടോ നിങ്ങൾ വെച്ചിരിക്കുന്നത്? ഇനി അതിന്റെയും അപ്പുറത്ത് നിങ്ങളോട് പറയട്ടെ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത്. സെലഫികളോട് ഞാൻ പറയട്ടെ, എന്താണ് നിങ്ങളെ സെലഫി, എന്താ നിങ്ങളെ മുജാഹിദ്? ഇനി നിങ്ങളോട് പറയട്ടെ, ഇതിന്റെ മേലെ പട്ടുവസ്ത്രമുണ്ടെന്ന് പേരോടല്ല എഴുതുന്നത്. നിങ്ങൾ കേൾക്കണം, വിദ്യയിൽ നിന്ന് പുറത്തിറക്കുന്ന ഈ പത്രത്തിൽ നിന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ, കേട്ടോളൂ. وآخر أعلنوه عن شرف مشاركتهم في نسج كسوة الحجرة النبوية لكني جئت لأقف بنفسي على ذلك. ആരോ പറയുന്നത് കേട്ട് പറയാനല്ല ഞാൻ വന്നത്, കള്ളം പറയാനല്ല ഞാൻ വന്നത്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കി പറയാനാണ് റൗളയിലേക്ക് വന്നത്. فوالله ما ملأت عيني قط من الحجرة الشريفة قبل اليوم. ഇതിനു മുമ്പ് റസൂലുള്ളാഹിന്റെ റൗളാ ശരീഫ് ഇതുപോലെ കാണാൻ എനിക്ക് അവസരം കിട്ടിയില്ല. വമാ അറഫ്തു ഖബല അൽ-യൗം, ഇത് കാണുന്ന ദിവസമല്ലാതെ ഞാൻ അറിഞ്ഞില്ല. അൻ അംരി ഹാദിൽ കിസ്വത്തിൽ ഖദറാ, ഈ പച്ചപ്പട്ട്, ഈ പച്ച വസ്ത്രം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെയുള്ളത് മുമ്പ് ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹം പറയാണ്, റഅയ്തുൽ കിസ്വത, ഞാൻ ആ വസ്ത്രത്തെ കണ്ടു. തഹുഫു ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെ ഇട്ടിരിക്കുന്നു, പൊതിഞ്ഞിരിക്കുന്നു. വസാഹിബൈഹി, സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറിന്റെ മേലെയുമുണ്ട്. ഫീ ബൈതി അബൂ ഉമർ ബിൻ ഖത്താബിന്റെ ഖബറിന്റെ മേലെയുമുണ്ട്. ഫീ ബൈതി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, അത് ആയിഷ ബീവിയുടെ വീട്ടിന്റെ ഉള്ളിലാണ്. വസാഹത്തു, ഞാൻ അനുഭവിച്ച് കണ്ടു. തനാദീല മുഅല്ലഖതൻ ബിസഖഫിൽ ഹുജ്റത്തിൻ നബവിയ്യ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ റൗളാ ശരീഫിന്റെ മച്ചിന്റെ മേലെ വിളക്കുകൾ കൊളുത്തിയിട്ടത് ഞാൻ കണ്ടു. റഅയ്തു മിസ്ലഹാ, അതുപോലുള്ള വിളക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഫീ കഅബത്തിൽ മുശറഫ, കഅബ ശരീഫിന്റെ ഉള്ളിലും ഞാൻ വിളക്ക് കൊളുത്തിയത് കണ്ടിട്ടുണ്ട്. വഹിയ ഹയാതായ ഖദീമത്തുൻ മുസാഖത്തുൻ മിനൽ ദഹബി വൽ ഫിദ്ദതി, അത് വെള്ളി പൊന്നിനാൽ ഉണ്ടാക്കപ്പെട്ട പഴയ ഹദിയകളാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഓ ജനങ്ങളെ, ഞാനൊന്നു കൂടി പറയട്ടെ. അതാ വസ്തറദ ബഅദ ഖലീലിൻ കിസ്വത്തുൽ ഹുജ്റത്തിൻ നബവിയ്യതി ലാ തതബദ്ദലു കുല്ല ആമിൻ മിഥല കിസ്വത്തിൽ കഅബത്തിൽ മുശറഫ, കഅബയുടെ പട്ട് മാറ്റുന്നത് പോലെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെയുള്ള പട്ട് സാധാരണ കൊല്ലത്തിൽ മാറ്റാറില്ല. ഫയ്യ മഹ്ഫൂദത്തുൻ ഫീ ബിനാഇൽ ഹുജ്റത്തി വബഈദത്തുൻ മിൻ അയാദി അനിൽ അയാദി വഅമാലിൽ മനാഖിബ് വയതിമു തഗ്യീറുഹാ കുല്ല
കഅബത്തിന്റെ മേലെയുള്ള പട്ട് ലക്ഷങ്ങൾ വന്ന് തൊടുകയും പിടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത് കൊല്ലത്തിൽ മാറ്റേണ്ടി വരും. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെയുള്ള പട്ട് അത് ആളുകൾ വന്ന് തൊടുന്നില്ല, അതുകൊണ്ട് അത് കൊല്ലത്തിൽ മാറ്റേണ്ടതില്ല, ആവശ്യത്തിനെ മാറ്റാറുള്ളൂ. അത് സഊദി ഭരണാധികാരിയുടെ അഭിപ്രായമനുസരിച്ചാണ് മാറ്റിയിടാറുള്ളത്. ഞാൻ ഓർമ്മിക്കുന്നു, സെലഫികൾ മുഴുവനും പഠിച്ചോളണം. എന്തെങ്കിലും പറഞ്ഞ് നടക്കുന്ന മൗലവിമാരെ പിന്നിൽ പോയിട്ട് അവസാനം ഈമാനില്ലാതെ ചത്തുപോകണ്ട, ശരിക്ക് പഠിച്ചോളണം. നിങ്ങൾ ശവകുടീരം എന്നല്ലേ അമ്പിയാക്കളെ ഖബറിനെ കുറിച്ച് പറഞ്ഞത്? ചത്തുപോകണ്ടാതെ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടാവില്ലല്ലോ. കാരണം ശവകുടീരം അമ്പിയാക്കളെ ഖബറിനെ കുറിച്ച് പറയുന്നവര് ശവം ചത്താലല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളെ ഭാഷയിലാ പറഞ്ഞത്. ഖബറായി ചത്തുപോകണ്ട, ശരിക്ക് പഠിച്ചു വെച്ചോ. ഞാൻ വായിക്കട്ടെ ബാക്കി കൂടി. ഞാൻ ഓർമ്മിക്കുന്നു, അന്നാഖിറ ഖിസ്വത്തിൻ സമ്മത്തിലഹാ കാനത് ഫീ ആമിൻ 1446 അവസാനമായി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെയുള്ള പട്ട് സഊദി രാജാവിന്റെ ഓർഡർ പ്രകാരം മാറ്റിയിട്ടത് 1400 കേട്ടോ. സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങിയ അൽ മുസ്ലിമൂൻ പത്രമാണ്. ഓ മുസ്ലിമേ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെ ഈ പച്ചപ്പട്ടിട്ടതാണ് പോൽ. നമ്മളെ നാദാവർക്ക് വന്ന സെലഫി പറയുന്നു, അതാണ് അതിനെ കാർട്ടൂൺ വരുന്നതിനേക്കാൾ ഗൗരവമുള്ളത്. ഈ സൗദി അറേബ്യയില് മദീനയില് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെ പട്ടിട്ടില്ലേ, അതാണ് കാർട്ടൂന് വരച്ചതിനേക്കാൾ ഗൗരവം. ജനങ്ങളെ, ഈ മൗലവി ഇസ്ലാമിന്റെ ശത്രുവല്ലെങ്കിൽ, ഇത് റസൂലുള്ളാഹിന്റെ ശത്രുവല്ലെങ്കിൽ, ഇത് മുസ്ലിമീങ്ങളുടെ ശത്രുവല്ലെങ്കിൽ, ആരാണ് ഇസ്ലാമിന്റെ ശത്രു, ആരാ മുസ്ലിമിന്റെ ശത്രു? നിഷ്പക്ഷമായി നെഞ്ഞത്തെ കൈവച്ചിട്ട് മൗലവിയുടെ മുന്നിൽ പോയി ഇരുന്ന് ചിരിച്ചു കൊടുത്ത, കൈവെട്ടിക്കൊടുത്ത മുജാഹിദേ, മനസാക്ഷി ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കൂ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ മലയാള മനോരമ അതിൽ മൗലവിമാര് പറഞ്ഞത് എന്താ? മൗലവിമാര് കേട്ടോളൂ, ISM പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കം. 2006 മാർച്ച് 4 ശരി. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ കാർട്ടൂൺ വരച്ച് ജനങ്ങളെ അല്ലാഹുവിന്റെ റസൂലിനെ അപമാനിച്ചവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുമ്പോ ഇവര് പറയുന്നത് കേട്ടോളെ, സ്വന്തം ലേഖകൻ തിരുവനന്തപുരം പ്രവാചകനായ മുഹമ്മദ് നബിയെ അവഹേളിക്കാൻ സംഘടിതമായി നടക്കുന്ന ഗൂഢാലോചനക്കെതിരെ ഇത്തിഹാദുൽ സുബ്ബാനിൽ മുജാഹിദീൻ ISM ഒരു മാസത്തെ പ്രചരണം ആരംഭിച്ചു. പ്രവാചകനെ അറിയുക എന്നതാണ് പരിപാടിയുടെ പേരെന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് HE മുഹമ്മദ് സേഠ്, ISM സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, നിറ്റ് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ എന്നിവർ അറിയിച്ചു. പ്രചരണ പരിപാടിയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും സെമിനാറുകൾ നടത്തും. നാളെ കോട്ടക്കലിൽ തുടക്കമിടും. 25-ന് സംസ്ഥാന വ്യാപകമായി സന്ദേശ പ്രചരണ ദിനം ആചരിക്കും. ഇനി ബാക്കി കേട്ടോളൂ. പ്രവാചകനെ വിമർശിക്കുന്നതിൽ വിരോധമില്ല, പ്രവാചകനെ വിമർശിക്കുന്നതിൽ വിരോധമില്ല. എന്നാൽ വിശ്വമാനവികതയുടെ മാർഗദർശിയായ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നത് പൈശാചികവും പ്രതിഷേധാർഹവുമാണ്. പ്രവാചകനെ അവഹേളിക്കുകയാണ് ഡാനിഷ് പത്രം ചെയ്തത്. ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അതിരുവിടുകയോ കലാപത്തിനിടയാക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. പ്രവാചകനെ വിമർശിക്കുന്നതിന് വിരോധമില്ല, പിന്നെ അതിര് കവിയരുത്. ഇതാ കാര്യമായിട്ട് MM അക്ബറും ബാക്കിയുള്ള മൗലവിമാരും കൂടി പാസാക്കി. മലയാള മനോരമ 2006 മാർച്ച് 4 ശനി വർത്തമാനം. മലയാള മനോരമ, മാന്യ മുസ്ലിമീങ്ങളെ, പ്രവാചകനെ വിമർശിക്കാം എന്ന് പറയുന്ന ഒരു കക്ഷി, യോഗം ചേർന്ന് തീരുമാനിക്കുന്ന കക്ഷി, ഇവരും ഇസ്ലാമും തമ്മിലുള്ള ബന്ധമെന്താ? ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലാകേണ്ടത്. നിങ്ങൾക്ക് സമസ്തയിലുള്ള ആര്യങ്ങൾ മാനസികരവും പേരോട് ഫുള്ള് ലൂസ് പോയിക്കോട്ടെ, നിങ്ങളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധമെന്താണ് എന്നാണ് എന്റെ ചോദ്യം. ഈ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയുന്നത്. ഇനി നിങ്ങൾക്ക് നാരിയത്ത് സ്വലാത്ത് നരകത്തിലേക്കുള്ള സ്ഥലം അല്ലേ? ഞാൻ ഇൻഷാ അല്ലാഹ്
അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇന്ന് ഞാൻ തുടങ്ങിയതാണ്. ഇന്ന് തുടക്കം മാത്രമാണ്. നാളെ ഞാൻ വിഷയം പറയാം. എന്റെ ചെരുപ്പെടുക്കൂത് എന്റെ മൗലവി ചെരുപ്പ് എടുക്കാൻ അങ്ങനെ കൊടുക്കൂല. ചെരുപ്പ് എടുക്കാൻ ഞാൻ വിടൂല. എന്റെ പരിപാടി ആയത്തരീസുകൾ കക്കുന്നവരെ പിടിച്ചിട്ടലാണ്. അപ്പൊ എന്റെ ചെരുപ്പ് എടുക്കുമ്പോൾ ഞാൻ വിടൂല. അതേ സമയത്ത് മൗലവിക്ക് ഞാൻ ചെരുപ്പ് കൊടുത്തേക്കാം. അത് ഇൻഷാ അല്ലാഹ് നാളെ കൊടുത്തേക്കാം. എന്റെ ചെരുപ്പ് എടുക്കുന്ന മതി. പിന്നെ മൗലവി പറഞ്ഞത് ഞാൻ ഇപ്പം നിർത്തും പ്രസംഗമാണ്, ഇന്ന് നിർത്തും പ്രസംഗമാണ്. ഞാൻ നിർത്തിച്ചു തരാം. ആയത്തുണ്ടോ നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ ഓരോന്നായി പറയാം. സമയം ദീർഘിച്ചു. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഇവിടെ പ്രസംഗം നിർത്തി വെക്കുന്നു. നാളെ എല്ലാവരും വരണം. ഒരു കാര്യം കൂടി ഞങ്ങളെ ശ്രമിപ്പിക്കുകയാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ കാര്യം കയ്യില്ല, ഒറ്റൊന്നും. അതെന്താണെന്നറിയോ? ഞാൻ പറയാം. മൂപ്പരെ നേതാവുണ്ട്. ഇവിടെ പ്രസംഗിക്കുമ്പോൾ ബേക്കിൽ ഇരിക്കുന്നുണ്ടല്ലോ ചങ്ങാതി സക്കരിയ സലാം. അയാൾ ഞാനൊരു സംവാദം നടത്തി. ആ സംവാദത്തിൽ അയാൾ പറഞ്ഞു, മുഹമ്മദ് നബി ദ്വാരന്നിട്ടുണ്ട്. എന്താ ദ്വാരുന്നത്? ലാതരിയൽ ഖബരി വസനൻ യുഅബദ്. എന്റെ ഖബർ ആരാധിക്കുന്ന ബിംബമാക്കരുത് മുഹമ്മദ് നബി ദ്വാരന്നിട്ടുണ്ട്. ഞാൻ ഉടനെ ചോദിച്ചു, ആ ദ്വാക്ക് റസൂലുള്ളാഹിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മദീനത്ത് എങ്ങനെ വലിയ കുബ്ബ വന്നത്? അവിടെ എങ്ങനെ പട്ട് വന്നത്? എങ്ങനെ ഖബറുണ്ടായത്? അപ്പോ റസൂലുള്ളാഹിക്ക് ഉത്തരം കിട്ടിയെന്നോ പറയുന്നത്, കിട്ടിയില്ലാന്നോ പറയുന്നത്? എന്റെ ഖബർ വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതെന്ന് റസൂലുള്ളാഹി ദ്വാരന്നിട്ടുണ്ടെന്ന് ഞാൻ പോലും പറഞ്ഞു. ഞാൻ അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പച്ചക്കുബ്ബ വന്നത് മദീനയില്? എങ്ങനെ സംഭവിച്ചത്? എങ്ങനെ ഖബറുണ്ടായത്? എങ്ങനെ ഖബറിന്റെ മേലുണ്ടായത്? ഖബറിന്റെ അടുക്കല് വിളക്ക് കത്തിക്കുന്നില്ലേ? വിളക്ക് തരാൽ ഇതൊന്നും വിളക്കല്ലേ? വിളക്ക് തരാൻ പിന്നെ ഖബറിന്റെ അടുക്കല് ലൈറ്റ് ഇടാൻ വേണ്ടി തന്നെ ആളെ നിശ്ചയിച്ചിരിക്കല്ലേ അവിടെ സൗദി ഗവൺമെന്റ്? അവിടെ പോലീസിനെ നിർത്തിയിരിക്കല്ലേ സൗദി ഗവൺമെന്റ്? കാരണം ഈ ചെരുപ്പൊക്കെ എടുക്കുന്ന ആ കമ്പനി വന്ന് ഖബറിന് കണ്ടോയാലോ? പോലീസിനെ നിർത്തിയിരിക്കല്ലേ? അപ്പൊ ആ നിലക്ക് ഗവൺമെന്റ് തന്നെ സംരക്ഷണം കൊടുക്കുന്ന ആ മഹത്തായ ഒരു ശരി അതെങ്ങനെ അവിടെ വന്നു? റസൂലുള്ളാഹിന്റെ ആ ദുആക്ക് ഉത്തരം കിട്ടിയെന്നോ ഇല്ലാന്നോ നിങ്ങൾ പറയുന്നത് ചോദിച്ചിട്ട് കാമാന്ന് മിണ്ടിയോ നിങ്ങൾ? സക്കരിയ സലാഹി, ഞാൻ സക്കരിയ സലാഹിനെ കാണുമ്പോൾ ഓടലല്ലേ? ഞാൻ ഹനീഫിനെ കാണുമ്പോൾ ഓടലല്ലേ? നിങ്ങൾ എന്താ ഓട്ടോ എന്ന് വിചാരിച്ചാൽ മനസ്സിലായത്? എന്റെ ചോദ്യത്തിന് മറുപടി വരാതിരിക്കല ഓട്ടോ എന്ന് പറഞ്ഞാൽ? എന്റെ ആ ചോദ്യത്തിന് സംവാദം കഴിയുന്നവരെ മറുപടി പറഞ്ഞോ? എനിക്കറിയാൻ കഴിയുമോ? നിങ്ങൾക്ക് ചെയ്യാമെന്നാൾ വരെ കഴിയും ആ ചോദ്യത്തിന് മറുപടി അറിയാൻ. എന്റെ ചോദ്യം അള്ളാന്റെ റസൂലിന്റെ ദുആയാ ഇത്. എന്റെ ഖബർ ബിംബമാക്കരുത്, ആരാധിക്കുന്ന ബിംബമാക്കരുത്. എന്റെ അയാൾ പറയാ കിടക്കിയ ബിംബാണ്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? ഉത്തരം കിട്ടിയെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ? ഉത്തരം കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. എന്നാ പിന്നെ ഉത്തരം കിട്ടുന്നവരാരാ? ദ്വാരന ഉത്തരം കിട്ടുന്നവരാരാ? നിങ്ങളല്ലേ ഉദുവിനി അസ്തജിബിലൊക്കും ദ്വാരനോട് ഉത്തരം കിട്ടുമെന്ന് അള്ളാന്റെ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിക്ക് ഉത്തരം കിട്ടൂല എന്നാ നിങ്ങൾ പറയുന്നത്. ഇതിന്റെ മറുപടി ജീവനുള്ള മുജാഹിദ് ഉണ്ടെങ്കിൽ പറയണം. ജീവനുണ്ടെങ്കിൽ പറയണം. നാളെ ഇതിനേക്കാൾ പത്രത്തിൽ രസമുള്ള വരാൻ പോലും, മറ്റന്നാളേക്കാൾ രസമുള്ള വരും. 4 ദിവസം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചിരിക്കണം. അതൊന്ന് കേൾപ്പിച്ചു. കടത്തിയിട്ട ബിംബം, ജാറമാർന്ന ബിംബം, അതുണ്ടല്ലോ നിങ്ങൾക്ക്. ഓരോ ജാറങ്ങളും ഇങ്ങനെ പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 250 വോൾട്ടേജ് അപ്പുറം ഇട്ടിട്ട് തെക്ക് വടക്ക് കിടത്തിയ ബിംബം നിങ്ങൾക്കുണ്ട്. അല്ലാഹുവേ എന്റെ ഖബറിന് ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. കണ്ടിട്ടുണ്ടാവാൻ അവർ നിർത്തിയതാണ്, നിങ്ങൾ കിടത്തിയതാണ്. ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മദീനത്തെ പള്ളിയോട് തൊട്ട് കിടത്തിയിട്ടുണ്ട്. ആ കിടത്തിയത് ബിംബമാണെന്നാണ് നിങ്ങളുടെ വാദം? അവിടെ നിങ്ങളെ നേതാക്കന്മാരില്ലേ? നിങ്ങളെ നേതാക്കന്മാർ മുഴുവനും സൗദി അറേബ്യയിലെ പണം തിന്നുകൊണ്ട് ജീവിക്കുന്നില്ലേ? അവിടെ കുറെ നേതാക്കന്മാര്. അവരൊക്കെ എന്തുകൊണ്ട് ഇത് ബിംബമാണെന്ന് പറയുന്നില്ല? നിങ്ങൾ ഇവിടെ ഓതിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ ശരീരം വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്. റസൂലുള്ളാഹിക്ക് ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാ ആ ജാറം എങ്ങനെ അവിടെ നിന്നു? ആ കുബ്ബ എങ്ങനെ അവിടെ ഉണ്ടായി? ആ റസൂലുള്ളാഹിനോട് വിളിച്ചു തരുന്ന പദ്യം എങ്ങനെ ആ ചുമരുമൽ വന്നു? നിങ്ങൾ മറുപടി പറയണം. റസൂലുള്ളാഹിക്ക് ആ ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? അപ്പൊ മനസ്സിലായി, അത് ബിംബമാക്കലല്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കുബ്ബ ബിംബമാക്കലല്ല. നിങ്ങൾ പൊളിക്കാൻ നിൽക്കുന്ന ആളാണ്. പക്ഷേ അത് ബിംബമാക്കൽ. കാരണം റസൂലുള്ളാഹിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് വാദമുണ്ടോ? സൗദി അറേബ്യയിൽ ബിംബം വെച്ച് ആരാധിക്കും നിങ്ങൾ പറയാൻ ധൈര്യം കാണിക്കുമോ? നിങ്ങൾ പറയണം അതിന് മറുപടി. അവിടെ കുബ്ബയില്ലേ? അവിടെ ഖബറില്ലേ? ഞാൻ നേരത്തെ ചോദിച്ചില്ലേ മൗലവി?
ചോദിച്ചില്ലേ? ഇത് ഞാൻ പേടിച്ചോടലാണ് അല്ലേ? ആരാ പേടിച്ചോടൻ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ നാദാവർക്ക് നല്ല കെട്ടും തന്നിട്ടേ വിടുള്ളൂ. ഇനി ഒന്നും കൂടി പറയട്ടെ, അവറിന്റെ അടുക്കല് പള്ളി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? നാദാവരഞ്ച് മഴത്ത് പള്ളിയുടെ തൊട്ട് മക്ബറകളില്ലേ? അത് ബിംബം വെച്ചതാണോ? മുദാക്കര ബിംബം വെച്ചതാണോ? പെരിങ്ങത്തൂർ ബിംബം വെച്ചതാണോ? മദീനയിൽ ബിംബം വെച്ചതാണോ? എന്റെ ചോദ്യമാ. ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ പോകുന്ന മദീന, അവിടെ കുടുംബയില്ലേ? കബറില്ലേ? റസൂലുള്ള ബിംബമാണോ? ഈ ചോദ്യത്തിന് മറുപടി പറയണം മൗലവിമാര്. മൗലവിമാരെ മനസ്സിലാക്കി ലൂസാന്ന് പറഞ്ഞ് പോവാന്നാ. നിങ്ങൾ ഓർത്തോളണം, മുജാഹിദിൽപ്പെട്ട ചില ആളുകൾക്ക് ലൂസുണ്ട്. എല്ലാവരും മുജാഹിദിലുള്ള ഒരു ലൂസാന്ന് എനിക്ക് അഭിപ്രായമില്ല. അവരിത് മനസ്സിലാക്കാതെ പെട്ടുപോയവരാ. അല്ലാഹു തആല സത്യം മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ 4 ദിവസത്തെ പ്രസംഗം നിഷ്പക്ഷമായി കേട്ട് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാം. സെലഫികളാണെന്ന് സെലഫിയാണ് ശരിയെന്ന് മനസ്സിലാക്കി പെട്ടുപോയ സർവ്വ മുജാഹിദുകൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് കണ്ടോ നിങ്ങൾ? ഇത് വിശദീകരിച്ചുകൊണ്ട് അതാ സഹോദരന്മാരെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതി രേഖപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് നിങ്ങൾ ഓർക്കണം. അതാ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വിഷയം ഇതെടുത്തുകൊണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒന്നുകൂടി പറയുന്നു. അമ്മാ മൻ ഇത്തഖദ മസ്ജിദൻ ഫീ ജിവാരി സാലിഹിൻ, ഒരു മഹാന്റെ സമീപത്ത് ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചു. അതിന്റെ അടുക്കൽ നിൽക്കുന്നുകൊണ്ട് ബറക്കത്ത് ഉദ്ദേശിച്ചു. അതിനെ ബഹുമാനിക്കലല്ല, അഥവാ അതിലേക്ക് സുജൂദ് ചെയ്തുകൊണ്ടുള്ള ബഹുമാനമല്ല. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചുകൊണ്ട് ഖിബ്ല പോലെയുള്ള ആദരവുമല്ല. അത് ഈ പറഞ്ഞ കുഴപ്പത്തിൽ പെട്ടത് അല്ല, താക്കീത് ചെയ്യപ്പെട്ട വിഷയത്തിൽ പെട്ടതല്ല എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ബറക്കത്തിന് വേണ്ടിയുള്ളത് പ്രശ്നമല്ലെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഇത് മൂടി വെച്ചിട്ട് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തല്ലേ നിങ്ങൾ ചെയ്തത്? ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഓരോന്നോരോന്നും കാണിച്ചില്ല. കൂട്ടത്തിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, വലിയ രസം എന്താ അറിയോ? മുജാഹിദും തമ്മിൽ ഈ അടുത്തൊരു സംവാദം. അതായത് മുജാഹിദ് രണ്ടായത്. ഇപ്പൊ മുജാഹിദ് രണ്ടായപ്പോ മൗലവി ഗ്രൂപ്പും മടവൂര് ഗ്രൂപ്പും തമ്മിൽ ഒരു സംവാദം നടന്നു മഞ്ചേരി. 5 കേസറ്റ് ഉണ്ട് എന്റെ അടുത്തുണ്ട്. ആ 5 കേസറ്റ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കും. 5 കേസറ്റ് എങ്ങനെ കേൾപ്പിച്ചു വെച്ചാൽ അതിൽ നമ്മൾ അത്യാവശ്യമുള്ള ഭാഗങ്ങൾ എടുത്ത് കേൾപ്പിക്കും. 4 രസമുള്ളതാണ്. ഒരു സ്ഥലത്ത് മൗലവി പറയുന്നത്, നിങ്ങളല്ലേ നമ്മളെ കൊണ്ട് പണ്ട് കള്ള നോട്ടീസ് ഈ കാന്തപുരത്തിനെതിരെ ഇറക്കിച്ച്? മൗലവിമാർ പരസ്പരം വാദപ്രതിയാണ്. നിങ്ങളല്ലേ നമ്മളോട് എനിക്ക് ആരും കാണാണ്ട് രാത്രി ഒട്ടിക്കാൻ പറഞ്ഞു? എന്നെ നമ്മൾ പോയി ഒട്ടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ പോയി ഇതാരാ ഒട്ടിച്ചെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു നിങ്ങളെന്നല്ലേ? അതെ. എന്നിട്ടോ അരീക്കോട് നമ്മൾ ഒട്ടിക്കുമ്പോൾ എപ്പിസുന്നിൽ നമ്മളെ തല്ലിയില്ലേ? നിങ്ങളല്ലേ നമ്മളെ തല്ലിച്ച് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നോട്ടീസും കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാടുണ്ട്. എല്ലാ കള്ളത്തുറും ഞാൻ നാദാപത്തിൽ കാണിച്ചത് എന്റെ നാടല്ലേ. കാര്യമില്ല. പിന്നെ ഇവിടെ പറഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട്, നേതാക്കൾ എടുത്തിട്ടുണ്ട്, സബ്സിഡായിട്ടുണ്ട്. ഒരു കാലത്ത് വളർച്ചപ്പോൾ വിമർശിക്കപ്പെടുമെന്ന് അറിയുന്ന ബിരുദന്മാർ അതിന് സ്വകാര്യമായിട്ട് ഒന്നുമില്ല എന്ന് പറയേണ്ടി വന്നാൽ പറയാൻ വേണ്ടി അവസരം ഉണ്ടാക്കി വെച്ചു. 1988 സർക്കുലറയച്ചു. പക്ഷേ ISM-ൽ ഞങ്ങളൊക്കെ വയസ്സ് ചെയ്യുന്നത് 93-ലാണ്. അതുവരെ 5 വർഷത്തിൽ എന്തെടുക്കുകയായിരുന്നു. അണിയറയിൽ ആളുകൾ ശരിപ്പെടുത്തുകയായിരുന്നു. പിന്നെ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ ഏപ്രിൽ നിർദ്ദേശപ്രകാരവും സമ്മതപ്രകാരവുമായിരുന്നു. വ്യാജ പോസ്റ്റ് ഒട്ടിച്ചു. വളർച്ചയുടെ പേരിൽ കാരന്തൂർ മക്കത്തിന്റെയും സുന്നി ബൈബർമോട്ടിന്റെയും ഇസ്ലാമിയുടെയും ഷെയ്ഖുലയുടെയും ഭീകരതയുടെ മുഖം വിശിച്ചെങ്കിയ പോലീസ് നിർദ്ദേശവാദികൾ ഏതെങ്കിലും കൊലപാതകം കൂട്ടതാരക്കാന്തപരം ഉടനടപ്പ് ചെയ്യുക, കേസന്വേഷണം വഴിതിരിച്ചുവിടാൻ 1 കോടി നൽകിയത് അന്വേഷിക്കുക, 8 കൊലപാതകങ്ങളുടെ ആസൂത്രണ കേന്ദ്രം കാരന്തൂർക്ക് 7 വിശ്വാസങ്ങൾ പുറത്തുവിടുക, അണികളെ പരിശോധിച്ച് രക്ഷപ്പെടാൻ തന്ത്രങ്ങളിൽ ഷെയ്ഖുനെ തിരിച്ചറിയുക, രാജ്യത്ത് സന്ദർശനവും വിഭാഗീയതയും നടത്തുന്നതിന്റെ അധികൃതരും സമൂഹവും ഉണരുക. പൗരാവകാശം കോഴിക്കോട് ഈ പോസ്റ്റർ 4 കിലോ ഒട്ടിച്ചു. രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഒട്ടിക്കാണെന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. എന്നിട്ട് ഉറക്കമൊഴിച്ച് രാത്രി ഒട്ടിച്ച ഞങ്ങൾ പകൽ കടത്താൻ പാടില്ല. പകൽ തന്നെ നോക്കി നിന്നിട്ട് ആരാടായി പോസ്റ്റ് ഏതാണ് ഇവിടെ പൗരാവകാശം വേണ്ടി ഇത് ആരാടാ ഇവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ട് അത്ഭുതത്തോടു കൂടി ഞങ്ങൾ തന്നെ വായിപ്പോയി വേണം. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കിട്ടിയ നിർദ്ദേശങ്ങൾ. ഈ ക്യാമ്പസിൽ വന്ന് ഈ പോസ്റ്റർ കണ്ടതിന്റെ പിറ്റേ ദിവസം ഏതാനും മുസ്ലിങ്ങളോട് കൂട്ടത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനത്തിലെ ഏതാനും പ്രവർത്തകർ ഈ ക്യാമ്പസിൽ വരികയും
എവിടെയാണ് രണ്ട് വ്യക്തികളെ IS വാങ്ങിയത് കൊണ്ട് രണ്ട് നേതാക്കൾ നിയമിക്കുകയും ചെയ്തു. അവരെ മുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നു. ആരാണ് ഈ പോസ്റ്റ് ഇട്ടതെന്ന് ചോദിച്ചു. ഞങ്ങളല്ല എന്നാണ് പറഞ്ഞത്. അവർ ഇവിടെയുള്ള പോസ്റ്റുകൾ കണ്ടത് മുഴുവൻ ചീന്തിട്ടാണ് പോയത്. അതുപോലെ തന്നെ ധർമ്മം കഴിപ്പിച്ചു. മലപ്പുറത്ത് ഞങ്ങളുടെ എല്ലാം പറഞ്ഞുകൊണ്ട് വഞ്ചനങ്ങൾ ഉപയോഗിച്ച് അമുസ്ലിങ്ങളെ കൊണ്ടുവരണമെന്ന് നിർദ്ദേശം നൽകി മലപ്പുറത്ത് ധർമ്മം കഴിപ്പിച്ചു. ശേഖരം കുട്ടികളെ ഉപരാസം ചെയ്യുക, ന്യൂനപക്ഷ അവസാനിപ്പിക്കുക, മതപ്രബോധന ബോധം നിലനിർത്തുക, പൗരാകാശ സമ്മേളനം എടപ്പാൾ മലപ്പുറം കോഴിക്കോട് പ്രകടനം നടന്ന സമ്മേളനം പൗരാകാശ സംരക്ഷണ വേദി കോഴിക്കോട് ഈ പോസ്റ്ററുകളുടെയും പരിപാടികളുടെയും പേരിൽ എത്ര തല്ലി കിട്ടി. അരീക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് മുജാഹിദ് പ്രവർത്തകരെ കാന്തപുരം കുഞ്ഞുങ്ങളും പോലീസും പൊതുവെ തല്ലി ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ സംസാരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു 10 സ്വലാത്തിൽ നമുക്ക് ഇന്ന് ദുആ ചെയ്ത് പിരിയണം. നാളെ എല്ലാവരും മഗ്രിബിന് തന്നെ വരണം ഇൻഷാ അല്ലാഹ്. നാളെ അത്ഭുതകരമായ പലതും നാളെ ഞാൻ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാദിമീങ്ങളായി ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ. ഹഖിനെ ഹഖായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം റഹ്മാനേ. അത് സ്വീകരിക്കാനുള്ള മനസ്സും ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താന പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെ, ഞങ്ങളുടെ ശിഷ്യ പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെയും നീ നൽകണം റഹ്മാനേ.